ദൈവസന്നിധിയിലിരുന്നാലും. കഴിഞ്ഞ രാത്രിയിലത്തെ വാചനത്തിന് ശേഷം വീണ്ടും ദൈവസന്നിധിയിൽ വരുവാൻ അല്പം അംഗസംഖ്യയിൽ കുറവുണ്ടെങ്കിലും ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുമിച്ച് ആരാധിക്കുന്ന വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തെ ഒരുമിച്ച് ദൈവം മാനിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹയാദരങ്ങളും വന്ദനങ്ങളും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. 2017 രഹബോത്തിൻ്റെ വർഷം എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ദൈവം ഒരിക്കൽ ഇടപെട്ടാൽ അതങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ഒന്ന് വായിച്ചാരംഭിക്കേണ്ടതിനായിട്ട് ആ പഴയ തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിപ്പാൻ അപേക്ഷിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ഠയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. യഹോവ നമുക്ക് ഇടമുണ്ടാക്കി, 1. 2, നമ്മെ ദേശത്ത് വർദ്ധിപ്പിക്കും. ഒരർത്ഥം കൂടി അതിനുണ്ട്, നമ്മെ എസ്റ്റാബ്ലിഷ് ചെയ്യും, നാം വേരൂന്നുമാറാകും. ഈ 3 പദങ്ങൾ ഒരുമിച്ച് ചേരുന്ന, 3 അർത്ഥങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു വാക്കാണ് രഹബോത്ത്. ഈ വർഷത്തിന് പേരിടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായതിനാൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്താണ് ഇതിൻ്റെ പുറകിലത്തെ ചരിത്രം? അബ്രഹാം എന്ന ഒരുവനെ സ്വർഗത്തിലെ ദൈവം ഒന്ന് വിളിച്ചു. ദൈവിക വിളിയുടെ മുമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവം ഓരോ വ്യക്തികളെ വിളിക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അബ്രഹാമിനെ വിളിക്കുന്നത് ബഹുജാതികൾക്ക് പിതാവാകേണ്ടതിന്. ആദമെന്ന ഏകനെ സൃഷ്ടിച്ച ദൈവം കാലത്തിൻ്റെ പോക്കിൽ പൈശാചിക പിടിയിൽ അകപ്പെട്ടു പോയ ആദമിനെ കൊണ്ട് തന്നെ ആക്കി വെച്ച വേല നിവർത്തിപ്പാൻ കഴിയുകയില്ല എന്ന് കാണുകയും പിന്നത്തേതിൽ ദൈവം അബ്രഹാമിനെ 3-ാം കാലഘട്ടത്തിലേക്ക് വിളിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു ലോത്തിൻ്റെ കാലം വന്നുപോയി, ഒരു നോഹയുടെ കാലം വന്നുപോയി. ഞാനത് തൊടുന്നില്ല. ഒരു അബ്രഹാമിൻ്റെ കാലത്തേക്ക് വന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ചേച്ച് പറഞ്ഞു, എൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല. ഒരു വ്യക്തി തെറ്റിയതുകൊണ്ട് എൻ്റെ ഉദ്ദേശം മാറത്തില്ല. ഒരു വ്യക്തിത്വം മാറിയാൽ വേറൊരാളിനെ ഉയർത്തുവാൻ എൻ്റെ കയ്യിലുണ്ട്. അനേകർ തെറ്റിയയിടത്ത് ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ഉയർത്തുവാൻ ഇന്ന് പകൽ ദൈവത്തിന് തിരിഹിതമാകയാൽ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. അബ്രഹാമേ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. അതിനുവേണ്ടി എനിക്കൊരു വ്യക്തിത്വത്തെ വേണം. ആ വ്യക്തിത്വമായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. എനിക്ക് നിൻ്റെ യോഗ്യതകൾ നന്നായി അറിയാം. മക്കൾ ഉണ്ടാകാത്ത മച്ചിയുടെ ഭർത്താവ്, നിൻ്റെ യോഗ്യത അതാ. എനിക്ക് വേണ്ടത് ബഹുജാതികൾക്കൊരു പിതാവാണ്. ബഹുജാതികൾക്ക് പിതാവാകേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തത് നിന്നെയാണ്. തിരുവചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. നമുക്ക് ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വാസം കേൾവിയാലും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിൻ ദൈവത്തിൻ വചനത്താൽ വരുന്നു. വിശ്വാസം വരുന്നത് ഒരു ഫീലിംഗിൽ നിന്നല്ല, പകരം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാകണം. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളിനായി സ്തോത്രം. പക്ഷേ അതല്ല, ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന വചനത്തിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ആ വിശ്വാസം ക്രിയാത്മകമായി മാറ്റുവാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു വാക്ക് പ്രസംഗിച്ചത് എന്നെ നന്നായി സ്പർശിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് പറയിപ്പിക്കാം. അതെ, പ്രവാചകന്മാരുടെ വാഗൊണ്ട് പലപ്പോഴും ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ദൈവം നേരിട്ടിടപെടും, ചിലപ്പോൾ ദൂതനെ അയച്ച് സംസാരിപ്പിക്കും. എന്തുകൊണ്ടായിരിക്കും സാധാരണമായത് ദൂതനെ കൊണ്ട് പറയിപ്പിക്കാതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അസാമാന്യമായത് ദൂതനെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ദാറ്റ് ഇസ് റെഡിക്യൂൾ. ഒക്കാത്ത കാര്യം അതുകൊണ്ടാണ്. ഒരു മനുഷ്യന് തിരിഞ്ഞ് ചിന്തിക്കാൻ ഒക്കാത്ത കാര്യം ദൈവമായി നേരിട്ടിടപെടും. മക്കളുണ്ടാകാത്ത മച്ചിയുടെ ഭർത്താവേ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. മച്ചി എന്നറിയപ്പെടുന്ന നിൻ്റെ ആ ഭാര്യ ഉണ്ടല്ലോ, അവൾ ബഹുജാതികൾക്ക് മാതാവാകും. രാജാക്കന്മാർ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. എൻ്റെ ഉദ്ദേശം വലിയതാണ്. ആദം തെറ്റിയതുകൊണ്ട് എൻ്റെ ഉദ്ദേശം മാറത്തില്ല. ഒരു സഭ തെന്നിയതുകൊണ്ട്, ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിയതുകൊണ്ട് എൻ്റെ ഉദ്ദേശം മാറുകയില്ല. എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഞാനൊരു ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു. ഇന്ന് ഒരു ഉദ്ദേശത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർക്കായി സ്തോത്രം. ഒരിക്കലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി എ തോമസ് പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ ദൈവത്തിന് നാളെ ഹിമാലയ പർവ്വതം അവിടെ നിന്ന് ഇളക്കി പൊടിച്ച് മാറ്റണമെന്ന് തോന്നിയാൽ ദൈവം ഒരിക്കലും ഒരു കൊമ്പനാനെ വിളിച്ച് ആ പണി ഏൽപ്പിക്കത്തില്ല. ഒരു കൊമ്പനാനയ്ക്കും പൊടിക്കുവാൻ കഴിയാത്തതാണ് ഹിമാലയം. പകരം ദൈവം ചെയ്യാൻ പോകുന്നത് ഒരു മണ്ണരെ വിളിച്ച് അതിനെ അങ്ങ് അഭിഷേകം ചെയ്യും. ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ആ മണ്ണര ഏത് പർവ്വതത്തെയും പൊടിക്കും.
അത് ദൈവജനത്തിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു പദം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ പൊടിയേണ്ടതിന് ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. മെതിവണ്ടിയാക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവർക്കായി സ്തോത്രം. അബ്രഹാമിനെ വിളിച്ചത് ബഹുജാതികൾക്ക് പിതാവാകേണ്ടതിനാണ്. അസാധ്യമായ സാഹചര്യങ്ങളിൽ അത് തന്നെയല്ലേ യോവേലിൻ്റെ പുസ്തകവും പറയുന്നത്. വീരൻ തന്നെത്താൻ ബലവാനായി, ബലഹീനൻ തന്നെത്താൻ ബലവാനായി മതിക്കട്ടെ. ഇംഗ്ലീഷിലൊരു കൊച്ചു പാട്ടുണ്ട്, കടഭാരമുള്ളവൻ ഞെരുക്കമുള്ളവൻ ധനവാൻ എന്ന് സ്വയം പറയട്ടെ, തീരെ ബലഹീനനായവൻ ബലവാൻ എന്ന് സ്വയം ചിന്തിക്കട്ടെ. ചിന്തിക്കുക മാത്രമല്ല, നിങ്ങളുടെ വാളുകളെ കൊഴുക്കളായി നിങ്ങൾ അടിച്ചു മാറ്റണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുപണി ചെയ്യേണ്ടതിനെ അടിച്ചുപണി ചെയ്യണം. ആ വിളിക്കൊത്തവണ്ണം വിശ്വസിക്കുക, വിശ്വാസത്തിനൊത്തവണ്ണം ഏൽപ്പിക്കപ്പെടുക. ദൈവത്തിൻ്റെ വചനം കേൾവിയാൽ വരുന്നു, ആ കേൾവി എന്നിൽ വിശ്വാസമായി മാറും. അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കേണ്ടതിന് വേണ്ടി വിളിച്ചുവെങ്കിലും അദ്ദേഹം ധാരാളം കഷ്ടങ്ങളിലൂടെ ഇറങ്ങിപ്പോയി. അബ്രഹാം ഇറങ്ങി വരുന്ന വരവ് മുതൽ തൻ്റെ യാത്ര മുഴുവനും ഒരിക്കലും ഇത് അസാധ്യമായിരിക്കും, ഇത് നടക്കുകയില്ല എന്ന് ചിന്തിക്കത്തക്ക പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അബ്രഹാം മുന്നോട്ട് മാറി. തൻ്റെ മകനായി ഇസഹാക്ക് അതുപോലെ പ്രശ്നത്തിലായി. എന്തുകൊണ്ട്? ദൈവം വിളിച്ചിറക്കിയ ഒരുവനെ ദൈവം പ്രശ്നങ്ങളിലൂടെ നടത്തുമോ? ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, താൻ എന്തിനെയെങ്കിലും ഒന്നിനെ തൊട്ടാൽ മറ്റൊരുത്തൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതെ സ്വന്തം അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവനാണ് ദൈവം. താൻ എന്നെ വിളിച്ചാൽ, നമ്മിലൊരാളിനെ വിളിച്ചാൽ ആദ്യമേ ചെയ്യുന്നത് നമ്മെ ഒന്ന് ഉടച്ച് ഒരു പുതിയ പാത്രമാക്കി മാറ്റും. ആ പഴയ പാത്രത്തിന്മേൽ പണിയുന്നവനല്ല ദൈവം. ഇന്ന് പകൽ ചിലതിനെ കർത്താവ് തൊട്ട് തുടങ്ങിയെങ്കിൽ, ചിലരെ ഉടച്ചു തുടങ്ങിയെങ്കിൽ, ഒരു രഹബോത്ത് മുമ്പിലുണ്ട്, ദൈവത്തിനൊരു പണിയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഉടച്ചു പണി ആരംഭിച്ചത്. ദൈവം അബ്രഹാമിനെ ഉടച്ചു, ദൈവം ഇസഹാക്കിനെ ഉടച്ചു. ഇസഹാക്ക് ഉടയപ്പെട്ടു, നാട്ടുകാർ അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു. നിന്നെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. അവർ വെട്ടിയുണ്ടാക്കിയ കുഴികൾ അവർ നാട്ടുകാർ നികത്തിക്കളഞ്ഞു. പ്രശ്നങ്ങളുടെ നടുവിലായെങ്കിലും ഒരൊറ്റ വാക്കിൻ്റെ മേൽ ഇസഹാക്കിന് വിശ്വാസമുണ്ട്, വിളിച്ചവൻ വിശ്വസ്തൻ. എന്നെ വിളിച്ച വിളി വലിയതാണ്. ദൈവത്തിൻ്റെതായ ഒരു പണിയുണ്ട്. ഹി ഡിസ്റപ്റ്റ് ദ തിങ്, ഹി ഇൻറ്ററപ്റ്റ് ഇൻടു ദ വേ. എൻ്റെ വഴികളിൽ ദൈവമായ കർത്താവ് കയറി വരും. ദൈവമായ കർത്താവ് വഴികളിൽ കയറി വരാതെ ഒരൊറ്റയാളിനെ പോലും ദൈവം ഉപയോഗിച്ചിട്ടില്ല. കാര്യം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, താൻ തന്നെ പണിതെടുത്ത അടിസ്ഥാനത്തിന്മേൽ മാത്രമേ താൻ മുന്നോട്ട് പണിയുകയുള്ളൂ. മറ്റൊരുത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് പണിയുകയില്ല. അബ്രഹാമേ, ജാതികളിൽ ഒരുവനായിരുന്ന അങ്ങയെ സ്വർഗത്തിൽ ദൈവം വിളിച്ചെടുത്തുവെങ്കിൽ ആദാമിനെ ഉണ്ടാക്കിയതായ തൃക്കരം കൊണ്ട് അങ്ങയെ ഒന്ന് തിരികെ മിടയുവാൻ, ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഇസഹാക്കിനെ ഒരു രൂപാന്തരത്തിൽ കൊണ്ടുവരുവാൻ, യാക്കോബിൻ്റെ സ്വഭാവം തട്ടിമാറ്റുവാൻ, യോസേപ്പിന് പുതിയ ദർശനം നൽകുവാൻ, ദാവീദിന് കാഴ്ചപ്പാട് നൽകുവാൻ, അതിൻ്റെ മേൽ ഒരു അഭിഷേകം പകരുവാൻ, ശലോമോന് ജ്ഞാനം നൽകുവാൻ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലതിൻ്റെ മേൽ ഒരു ദൈവശക്തി പകരുവാൻ സ്വർഗം തീരുമാനിച്ചതിനാൽ എനിക്കും പറയാം രഹബോത്ത്. കാര്യം ദൈവം എന്നെ വർദ്ധിപ്പിച്ചേ മതിയാകും. ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ. ഒരിക്കൽ ദൈവത്തിന് അസ്ഥിത്താഴ്വരയെക്കുറിച്ചൊരു വെളിപ്പാട് നമ്മെ ഏൽപ്പിക്കുവാനുണ്ടായിരുന്നു, ഒരു ദർശനം തരുവാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ദൈവം ഒരു എസക്കിയേലിനെ വിളിച്ചേച്ച് പറഞ്ഞു, വാ എസക്കിയേലേ, എനിക്ക് നിന്നെ അസ്ഥിത്താഴ്വരയുടെ നടുവിൽ കൊണ്ടുപോകണം. കർത്താവേ, ദൈവം ഇടപെട്ട ഒരുവനെ നടത്തുന്നത് അസ്ഥിത്താഴ്വരയിലേക്കോ? അതെ, എനിക്ക് നിന്നെ ഇൻ്ററപ്റ്റ് ചെയ്യാതെ ഒക്കത്തില്ല. ഞാൻ 1-2 വ്യക്തികളുടെ ചരിത്രം ഒന്ന് എളുപ്പം തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്ന പത്രോസിൻ്റെ അടുക്കൽ യേശു എത്തിയേച്ച് പറഞ്ഞു, പടക് കളഞ്ഞേക്ക്, വലവിട്ടേക്ക്, നീ എന്നെ അനുഗമിക്ക്, ഐ എം ഗോയിങ് ടു ഡിസ്റപ്റ്റ് യു. നിൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികളെ ഞാൻ തിരിക്കാൻ പോകുകയാ. ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കളഞ്ഞേച്ചു വാ, നീ എന്നെ അനുഗമിക്ക്. നിൻ്റെ പഴയ ജീവിതത്തെ തച്ചുടച്ച് വാർത്ത് ഒരു പുതിയ രൂപമാക്കി എൻ്റെ മൂശയിൽ ഉരുക്കി വാർത്ത് ഞാൻ നിന്നെ പുറത്തെടുക്കുമ്പോൾ നീ ഒരു പുതിയ പത്രോസ് ആയിരിക്കും. നിന്നെ പുറത്തെടുക്കുമ്പോൾ നീ ഒരു പുതിയ വ്യക്തിത്വമായിരിക്കും. പൗലോസ് സാക്ഷാൽ ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ, ജഡപ്രകാരം അതിഭക്തിയുള്ള ഒരു കുടുംബത്തിൻ്റെ അംഗമായി വന്നവൻ, ഉന്നതമായ പൊസിഷനുകൾ ഓക്യുപ്പൈ ചെയ്തവൻ. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, പൗലോസ്, എനിക്കങ്ങേ ആവശ്യമുണ്ട്. നീ നടന്നു പോകുന്ന ഈ ഭക്തിയുടെ വഴിയിൽ തന്നെ എനിക്ക് നിന്നെ ഒന്ന് തിരിച്ചു വിടാനുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് ഉപയോഗിപ്പാനുണ്ട്. അതുകൊണ്ട് പിടിച്ചോ, നട്ടുച്ചയുടെ വെയിലിനെ കവിയുന്ന, സൂര്യനെ കവിയുന്ന വലിയൊരു വെളിച്ചം തൻ്റെ ചുറ്റും മിന്നി താൻ നിലത്ത് വീണു. എന്തുകൊണ്ട് കർത്താവേ എൻ്റെ വഴി ഇൻ്ററപ്റ്റ് ചെയ്തു? ഇതിനേക്കാൾ ഉന്നതമായ വേറൊരു വഴി എനിക്ക് ഏൽപ്പിക്കുവാനുണ്ട്. ആകയാൽ ഞാനത് ഇൻ്ററപ്റ്റ് ചെയ്തതാ. ഞാൻ ഒന്നറിയാതെ ഒന്നും ചെയ്യുന്നവനല്ല. എൻ്റെ മുമ്പിൽ ഒരു കാഴ്ചപ്പാടില്ലാതെ ഞാൻ ആരെയും തകർക്കുന്നവനല്ല. തകർത്തവനായ ദൈവം എന്തോ ഒന്ന് പണിയേണ്ടതിന് വേണ്ടിയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം ദൂതശബ്ദമായി മുഴങ്ങിയാൽ, ദൈവശബ്ദമായി മുഴങ്ങിയാൽ
റെഡിക്കുലസ് എന്ന് ലോകം പറയത്തക്ക ചില അസാമാന്യ കാര്യങ്ങളിലേക്ക് ദൈവം നടത്തിയെടുക്കും. പ്രവചിക്കുന്നവൻ്റെ വിശ്വാസത്തിന് ഒത്തവണ്ണം പ്രവചിക്കും. മാനുഷിക വിശ്വാസത്തിൽ നിന്ന് പ്രവചിക്കാവുന്നതിൻ്റെ പരമാവധി ഒരു പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഇന്നിതിനകത്തിരിക്കുന്ന ചിലതിനോട് ദൈവം നേരിട്ട് ഇടപെടാറുണ്ട്. കാരണം അതിനേക്കാൾ റെഡിക്കുലസ് എന്ന് ലോകം വിധിക്കുന്ന, അതിനേക്കാൾ ഭാരമെന്ന് ലോകം വിധിക്കുന്ന ചിലതെല്ലാം ചെയ്യിക്കുവാൻ ഇന്നെൻ്റെ ദൈവത്തിനുണ്ട്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ വ്യക്തിത്വങ്ങളെ അഭിഷേകം ചെയ്യുന്ന നിത്യനായ ദൈവം ബേഥേലിനെ ഇന്ന് പകൽക്കാലം പുതിയൊരു പതിയിലേക്ക് തിരിക്കേണ്ടതിന്, പുതിയൊരു പാതയിലൂടെ നടത്തിയെടുക്കേണ്ടതിന്, ചില പുതുമകളൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ, ക്രിസ്തുവിൻ വചനത്താൽ വരുന്നു. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കേണ്ടതിന് ഒരു സ്പർശനം കൂടെ ആവശ്യമായി എന്ന് വരും. ചിലപ്പോൾ ഒരു ദർശനം കൂടെ ആവശ്യമായി എന്ന് വരും. യെരമ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ യെരമ്യാ പ്രവാചകനോട് ദൈവം ചില മഹാകാര്യങ്ങൾ പറഞ്ഞു. പൊളിക്കുവാനും പണിയുവാനും നടുവാനും പറിക്കുവാനും ഉന്മൂലമാക്കുവാനും കെട്ടുപണി ചെയ്യുവാനും എല്ലാം ഞാൻ നിന്നെ അധികാരപ്പെടുത്താൻ പോകാം. യെരമ്യാവ് ഉറക്കെ വിളിച്ച്, യഹോവേ എന്തായി പറയുന്നത്? ഞാനൊരു ബാലനല്ലേ, എനിക്കതിനുള്ള കഴിവില്ലല്ലോ. എന്താ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ വാക്കുകൊണ്ട് തന്നെ നിൽക്കാത്ത ആ ഗംഭീര സ്വരം നിനക്ക് തെളിയിക്കേണ്ടതിന് വേണ്ടി കണ്ണൊന്ന് തുറന്നോ, നീ ഒരു കാഴ്ച കാണാൻ പോകുകയാ. യെരമ്യാവേ, നീ എന്ത് കാണുന്നു? അദ്ദേഹം നോക്കി വെച്ച് പറഞ്ഞു, ഞാൻ ജാഗ്രത വൃക്ഷത്തിൻ്റെ ബദാമിൻ്റെ ഒരു കൊമ്പ് കാണുന്നു. ബദാം എന്ന വാക്കിന് അവിടെ ജാഗ്രതാ വൃക്ഷം എന്ന അർത്ഥം ബൈബിൾ തന്നെ തർജ്ജമ ചെയ്യുന്നു. എൻ്റെ വചനം കാക്കേണ്ടതിന് ഞാൻ ജാഗരിക്കുമെന്ന് നിന്നെ ഞാൻ ഇത് മുഖേന ഓർമ്മിപ്പിക്കുന്നു. എന്നെങ്കിലും നീ ഈ കാഴ്ച കാണുമ്പോൾ, ഈ ജാഗ്രത വൃക്ഷത്തിൻ്റെ കമ്പനി നീ ഓർക്കുമ്പോൾ നീ ശ്രദ്ധിച്ചു കൊള്ളുക, ഞാൻ എൻ്റെ വചനം നിവർത്തിപ്പാൻ ജാഗരിച്ചിരിക്കും. നീ ബാലനെന്ന് നീ പറയരുത്. നിന്റെ കഴിവില്ലായ്മയ്ക്ക് പകരം ഞാൻ കഴിവ് സൃഷ്ടിക്കുക. നിനക്ക് കഴിവില്ലാത്തവനെന്ന് നീ പറയരുത്. എൻ്റെ കഴിവ് ഞാൻ നിന്നിലേക്ക് പകരുകയാ. യെരമ്യാവേ, നിന്നെ കൊണ്ട് മഹാകാര്യം ചെയ്യിക്കാനുള്ളത് കൊണ്ടും അങ്ങ് തീരെ ചെറിയവനെന്ന് അങ്ങയ്ക്ക് തന്നെ തോന്നുന്നതിനാലും ഞാൻ ഒരു പടി കൂടെ വരാം. ശബ്ദം കൊണ്ട് നിന്നില്ല, ദർശനം കൊണ്ട് നിന്നില്ല. എൻ്റെ വചനം ഞാൻ നിന്റെ വായിലാക്കാം. ഞാൻ നിന്റെ അധരങ്ങളെ ഒന്ന് തൊടാൻ പോകുകയാ. ഇന്ന് പകലും ചിലരുടെ അധരങ്ങളിൽ സ്വർഗത്തിൽ ദൈവം ഒന്ന് തൊടുവാൻ എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു അനുഭവം എനിക്കുണ്ടായി. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവമാണ്. എന്നെ ഒന്ന് തൊടുവാൻ ദൈവത്തിന് തിരിഹിതമാകയാൽ ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു ശബ്ദം, അതാണ് വിശ്വസിക്കേണ്ടത്. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. അവിടം കൊണ്ട് തീരാത്തതിന്, അതിനേക്കാൾ അടുത്തൊരു പടി ആവശ്യമുള്ളതിന് ഒരുപക്ഷേ ഒരു ദർശനം തന്നേക്കാം. എന്ത് കാണുന്നു? ജാഗ്രത വൃക്ഷത്തിൻ്റെ കൊമ്പ്. മറക്കല്ല്, നീ കണ്ടത് നടന്നിരിക്കും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ധൈര്യം അനുസരിച്ച് ഞാൻ ചിലരോടും കൂടെ പറയട്ടെ, നിങ്ങൾ കണ്ടത് നടന്നിരിക്കും. കാരണം നിങ്ങളെ കാണിക്കുവാൻ ദൈവത്തിനൊരു ഹിതമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് വിളിച്ചതെങ്കിൽ കാണുന്നത് സംഭവിച്ചിരിക്കും. എൻ്റെ വചനം കാക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. ഇന്ന് പകൽ ജാഗരിക്കുന്ന നിത്യദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില വലിയത് ചെയ്യട്ടെ. ഞാൻ ജാഗരിച്ചു കൊള്ളും. അവിടം കൊണ്ടും തീർന്നില്ലേ, ഞാനൊന്ന് തൊടാം. ഒരു സ്പർശനം കൂടെ ആവശ്യമായിരിക്കും. ഞാനൊന്ന് തൊട്ടാൽ എൻ്റെ വചനം നിൻ്റെ നാവിന്മേലായിരിക്കും. ഞാൻ ഇനി മുതൽ ഉച്ചരിക്കുന്ന വാക്കുകൾ എൻ്റേതല്ല, പകരം എൻ്റെ ദൈവത്തിൻ്റെതാ. മറക്കരുത്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുവാൻ നാവുകളിന്മേൽ, അധരങ്ങളിന്മേൽ സ്പർശനമുള്ള ദൈവ പൈതലേ, സാമാന്യമായത് പറയരുത്, അധമമായത് പറയരുത്, ശ്രേഷ്ഠമായത് പറയുവാൻ 2017 രഹബോത്താണെങ്കിൽ ശ്രേഷ്ഠമായത് ഉച്ചരിക്കുവാൻ നാവുകളെ വിട്ടുകൊടുക്കാം, അധരത്തെ വിട്ടുകൊടുക്കാം. യഹോവ വലിയവൻ, തൻ അത്യന്തം ശക്തനും ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനുമെന്ന് ഇന്ന് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് നമുക്ക് പറയാം. ഞാൻ ഇച്ചിരൂടെ മുന്നോട്ട് വയ്ക്കോട്ടെ. വീരൻ തന്നെത്താൻ, ബലഹീനൻ തന്നെത്താൻ വീരനായി മതിക്കണം. ഭയന്നു പോയി ഒരുവനെ പോലെ ഇരിക്കേണ്ടതിനല്ല, വീരനായി മതിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാകണം. എൻ്റെ മതിപ്പ് എൻ്റെ ഭൗതിക നന്മകൾക്കോ ശ്രേഷ്ഠതകൾക്കോ വിദ്യാഭ്യാസത്തിനോ ഒത്തവണ്ണമല്ല, പകരം എന്നെ വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമാണ് എന്ന് മറക്കരുത്. എൻ്റെ മേൽ ഒരു വിളിയുണ്ട്, ആ വിളിക്ക് യോഗ്യനായി നടക്കണം. വീരൻ ഞാൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. അവരുടെ കുന്തങ്ങൾ മാറും, അവരുടെ വാളുകൾ മാറും, അവരുടെ വാക്കത്തുകൾ മാറും, അവരുടെ കൊഴുക്കൾ മാറും. അവർക്കുള്ളതൊക്കെയും അവർ വേറൊരു ഉദ്ദേശത്തിന് വേണ്ടി, വിളിയുടെ ഉദ്ദേശത്തിന് വേണ്ടി അടിച്ചു മാറ്റും എന്ന് യോവേൽ 3:10 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു പിണ്ണത്തിൽ നിന്ന് നല്ല പാത്രമോ
ഒരു പക്ഷേല പാത്രം കയ്യിൽ മലിനമെന്ന് തോന്നിയാൽ, വൃത്തികേടായി എന്ന് തോന്നിയാൽ, അതിൻ്റെ മേൽ തന്നെ ഒരു പക്ഷേ രൂപഭേദം വരുത്തുവാനോ പിണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു ശില്പിയോട് ഉപമിച്ചുകൊണ്ട് തിരുവചനം നമ്മെയും ദൈവത്തെയും കൂടെ ചിത്രീകരിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ ശില്പിയാണെങ്കിൽ, ഞാൻ തൃക്കരങ്ങളിലെ കളിമണ്ണാണെങ്കിൽ, തൻ്റെ ഹൃദയത്തിലൊരു ഉദ്ദേശമുണ്ട്. അബ്രഹാമിനെ വിളിക്കുന്നതിന് മുന്നമേ ബഹുജാതികൾക്ക് പിതാവെന്ന ഉദ്ദേശം നിലനിന്നതുപോലെ ഇതിനകത്തിരിക്കുന്ന ചിലതിനെക്കുറിച്ച്, പലതിനെക്കുറിച്ചും അല്ല, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണം വരെ താൻ നമ്മെ രൂപീകരിച്ചു കൊണ്ടിരിക്കും. അവിടെയും ഇവിടെയും ഇൻ്ററപ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് കൊള്ളാവുന്ന പെർഫെക്റ്റ് രൂപത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരേണ്ടതിനാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു ദിവസം ദൈവം ജോസഫിനെ വിളിച്ചു. അപ്പൻ്റെ ഏറ്റവും പ്രിയ മകനായി വീട്ടിൽ താമസിച്ചു വരുന്ന കാലം ദൈവം ജോസഫിനൊരു ദർശനം കൊടുത്തു. തൻ്റെ ജീവിതത്തെ ആകപ്പാടെ വഴിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞതായ, സഹോദരന്മാരിൽ നിന്ന് പിണക്കിക്കളഞ്ഞതായ, അപ്പന് പോലും നീരസമുണ്ടാകത്തക്ക ഒരു പുതിയ ദർശനം ദൈവം ജോസഫിൻ്റെ ജീവിതത്തിൽ നൽകി. എന്തിനാ ജോസഫേ അങ്ങക്ക് ഈ ദർശനം തന്ന് അങ്ങേ പൊട്ടക്കിണറ്റിലും പിന്നത്തേതിൽ കുണ്ടറകളിലും കാരാഗ്രഹത്തിലും അവിടെയും ഇവിടെ മാറ്റി മാറ്റി ഇട്ടത്? ഒരു വലിയ ഉദ്ദേശം സാധിക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. ഈ ഓരോന്ന് നടക്കുമ്പോഴും യോസഫിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിളിച്ചു പറഞ്ഞേനെ, രഹബോത്ത്, ദൈവത്തിന് ഇതിനപ്പുറത്തൊരു ഉദ്ദേശമുണ്ട്. എനിക്കൊരു ഇടമുണ്ടായല്ലോ, ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് പണിയാൻ പോകുകയാ. എനിക്ക് ദൈവം ഒരു ഇടയുണ്ടാക്കി തന്നല്ലോ, ദൈവം എന്നെ വളർത്താൻ പോകുകയാ. ഞാൻ വേര് പിടിച്ചിരിക്കും. മിസ്രയീമിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് കച്ചവടക്കാരുടെ കയ്യിലെ അടിമയെന്ന വണ്ണമാണെങ്കിലും മിസ്രയീമിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ വേരവർ ഇടിറങ്ങും. ഞാനവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കും. ഞാൻ മിസ്രയീമിൽ പാർക്കുന്നുവെങ്കിൽ ഒരു ഭരണാധികാരിയായി സ്വർഗത്തിലെ ദൈവം എന്നെ മാറ്റാൻ പോകുകയാ. എന്തിനാ എന്നെ മിസ്രയീം വരെ എത്തിക്കേണ്ടതിന് ഈ പൊട്ടക്കുഴിയിലൂടെ, അടിമച്ചങ്ങലയിലൂടെ എന്നെ നടത്തിയെടുത്തത്? എന്തോ എന്നെ രൂപീകരിച്ച് ഒന്ന് ഡിസറപ്റ്റ് ചെയ്ത് എന്നെ വലിയവനാക്കേണ്ടതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ അവിടെ കൊണ്ടാക്കിയത്. ഓരോരുത്തർ വ്യക്തികളുടെ ചരിത്രം എടുത്താൽ ഇത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ മറിയയും എലിസബത്തും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, തിരുവചനത്തിൽ ഏറ്റവും അധികം ദൈവം സ്നേഹിച്ചതെന്നോ ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചവളെന്നോ കൃപ ലഭിച്ചവളെന്നോ അറിയപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ മാതാവായി തീർന്ന മറിയയാണ്. മറിയയ്ക്കൊരു ദൂത് കൊടുക്കേണ്ടതിന്, മറിയയ്ക്കൊരു പ്രവചനം പറഞ്ഞു കൊടുക്കേണ്ടതിന് ഒരു പ്രവാചകൻ ഭൂമിയിലില്ല. മലാഖി പ്രവാചകന്റെ കാലം കഴിഞ്ഞു. ഏറെക്കുറെ 400ഓളം വർഷമായി ഇസ്രായേൽ ദൈവശബ്ദം കേട്ടിട്ടില്ല. ഒരു പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ല. സാഹചര്യങ്ങൾ അധപ്പതിച്ചു, സാഹചര്യങ്ങൾ മടുത്തു, എല്ലാത്തിലും ജനം താണുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദൈവത്തിന് ഒരു അസാമാന്യമായ കാര്യം മറിയയെ അറിയിക്കാനുള്ളത്. കർത്താവാകപ്പാടെ ആലോചിച്ച് നോക്കി. റെഡിക്കുലസ് എന്ന് ലോകം പറയുന്ന, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, മറുപടി ഇല്ലാത്ത ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൊടുത്തയക്കണമെങ്കിൽ അതൊരു ദൂതനെ കൊണ്ടേ ഒക്കൂ, ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല. ഒരു ദിവസം സ്വർഗത്തിൽ ദൈവം ഹെബ്രിയേലിനെ വിളിച്ചേച്ച് പറഞ്ഞു, ഹെബ്രിയേലേ, നീ മറിയയുടെ അടുക്കൽ ചെന്ന് പറ, ഹെയിൽ മേരി, മറിയേ നിനക്ക് വന്ദനം. നിന്നെപ്പോലെ കൃപ ലഭിച്ച ഒരു വ്യക്തിയില്ല, നിന്നെപ്പോലെ ദൈവിക ഫേവർ കണ്ടെടുത്ത വേറൊരു വ്യക്തിയില്ല. മറിയ ചോദിച്ച്, എന്ത് റെഡിക്കുലസ് വാചകമായി പറയുന്നത്? എന്നെ അപമാനിക്കുന്നൊരു പദമാണോ ഈ പറയുന്നത്? ഇതെങ്ങനെ സംഭവിക്കും? അസംഭവ്യമായ ഒന്ന്. ദൂതന്റെ മറുപടി, ഇല്ല, ദൈവത്തിൻ്റെ കയ്യിലേക്ക് നീ ഏൽപ്പിക്കപ്പെടാൻ പോകുകയാണ്. യു ഹാവ് എ വെരി ഹൈ ഫേവർ. നിനക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിച്ചു, നിനക്ക് ദൈവത്തിൻ്റെ വലിയ കരുണ ലഭിച്ചു. അതിൻ്റെ അർത്ഥം തൊടുന്നതെല്ലാം പട്ടുമെത്തയാണെന്നല്ല. നീ മുള്ളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോകുകയാ. പക്ഷെ പുറത്തു വരുന്ന മറിയ വേറൊരു രൂപമുള്ള മറിയായിരിക്കും. പുറത്തു വരുന്ന അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്നതിൽ ചിലതിനെ ദൈവം ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെ ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ ചിന്തയ്ക്ക് ഒതുങ്ങാത്തതും അപ്രമേയവുമായ കാര്യങ്ങളിലേക്ക് എന്നെ നടത്തുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതികളിലൂടെ എന്നെയും നിങ്ങളെയും പൊടിച്ചെടുത്ത് ദൈവത്തിൻ്റെ മൂശയിലിട്ട് ഉരുക്കി വാർത്ത് ഒരു പുതിയ രൂപമായി ഞാൻ പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. മറിയയ്ക്ക് ഒരു യേശു ജനിക്കുന്നതിന് മുന്നമേ എലിസബത്തിൻ്റെ അടുക്കൽ ഈ വർത്തമാനം എത്തിയിരുന്നു. എലിസബത്ത് അത് വിശ്വസിച്ചു. എലിസബത്ത്, ആ ഭാഗം ഞാൻ ഇവിടെ തൊട്ടിട്ടുണ്ട്. ബിഷപ്പ് ടി ഡി ജെയ്ക്സ് എടുത്ത ഒരു ഭാഗം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക മെസ്സേജിൽ ജോസിഫസ് തൻ്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഈ ഭാഗങ്ങൾ എന്ന് എടുത്തു പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ജോസിഫസിൻ്റെ എഴുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബിഷപ്പ് ടി ഡി ജെയ്ക്സ് പറയുന്ന വാക്കുകളിലേക്ക് ഇറങ്ങിയാൽ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ഒരു ദൂതനെ
അല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തൻ്റെ പുരോഹിതൻ്റെ അടുക്കലേക്ക് അയച്ചു. പുരോഹിതൻ്റെ അടുക്കൽ വന്ന് വെച്ച് പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം. റെഡിക്കുലസ്. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ പ്രായം കഴിഞ്ഞു, എൻ്റെ വയസ്സ് കഴിഞ്ഞു, എൻ്റെ ഭാര്യ മച്ചിയാണ്, സാഹചര്യങ്ങൾ വിപരീതമാണ്. ഈ അസാമാന്യമായത്, അസംഭവ്യമായത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞു? നീ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കയാൽ ഇന്നു മുതൽ കുഞ്ഞിന് പേരിടുന്നത് വരെ നീ ഊമനായിരുന്നു കൊള്ളുക എന്നൊരു ശാസനയും തൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. ഈ തിരുവചന ഭാഗം എടുക്കുന്ന അനേക ഇടങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ശാസനയാണ്, ഒരു ശിക്ഷയല്ല. കാര്യം ദൈവസന്നിധിയിൽ ഒരു ശിക്ഷ എന്നത് നാം വിചാരിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ്. ദൈവസന്നിധിയിൽ ലഭിക്കുന്ന ശിക്ഷ സാധാരണ ആലയത്തിൽ മരിച്ചു വീഴുകയാണ്. ഏറ്റവും കുറഞ്ഞത് ജനം മുഴുവനും നോക്കി നിൽക്കുന്ന നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി അവനെ ആലയത്തിൽ നിന്ന് ആരും പുറത്താക്കാതെ തന്നെത്താൻ ഓടി പുറത്താകുന്നതെങ്കിലുമാണ് ദൈവസന്നിധിയിലെ ശിക്ഷ. ദൈവസന്നിധിയിലെ ശിക്ഷ ചെറുതല്ല. സക്കറിയ പുരോഹിത, അങ്ങയ്ക്കൊരു ശിക്ഷ തരികയല്ല, നിന്റെ അവിശ്വാസം പ്രചരിപ്പിക്കുന്ന വാക്കുമായി നീ വീട്ടിലോട്ട് ചെന്ന് എലിസബത്തിൻ്റെ വിശ്വാസം കൂടെ തടുത്തു കളയാതിരിക്കേണ്ടതിന് ഞാൻ തടയേണ്ടതിനെ തടയട്ടെ, തുറക്കേണ്ടതിനെ തുറക്കട്ടെ. അടഞ്ഞ ഗർഭം തുറക്കുവാൻ എനിക്കറിയാം, തുറന്ന മാവിനെ അടയ്ക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കുന്നത് വരെ കാര്യങ്ങളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കും. എനിക്ക് വേണ്ടത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വേണ്ടത് ഒരു യോഹന്നാൻ പുറത്തു വരികയാ. കാരണം കാലങ്ങൾക്ക് മുന്നമേ, തലമുറകൾക്ക് മുന്നമേ സ്വർഗത്തിൽ മുൻകണ്ടവനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ മണ്ണിലേക്കൊന്ന് അയക്കണമെങ്കിൽ അതിനൊരു വഴിയൊരുക്കുകാരനെ എനിക്ക് വേണം. അത് നിന്നിലൂടെയാണ് നടക്കേണ്ടത്. നീയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. നീയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ ആഴത്തിലോട്ടൊന്ന് കയറി ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൻ്റെ അന്നത്തെ സാഹചര്യങ്ങൾ തികച്ചും തകർന്നതാണ്, തികച്ചും മലിനമായൊരു സാഹചര്യമാണ്. ഇസ്രായേലിലെ ഒറ്റ പുരോഹിതൻ മാത്രമേ, മഹാപുരോഹിതൻ മാത്രമേ ഒരു സമയത്ത് പാടുള്ളൂ. സംഗതികൾ ആകപ്പാടെ മാറി തിരിഞ്ഞു വരികയാണ്. യാഗം കഴിക്കുവാൻ വരുന്ന ഒറ്റയാളിന് പോലും യാഗപീഠത്തെങ്കിൽ യാഗം കഴിക്കുവാൻ അനുവാദമില്ല. പുരോഹിതനാണ് യാഗം കഴിക്കേണ്ടത്. പക്ഷെ സാഹചര്യങ്ങൾ ആകപ്പാടെ മാറി, ആകപ്പാടെ തിരിഞ്ഞു മറിഞ്ഞു. എല്ലാം കൂടെ വഷളായൊരു സാഹചര്യം. പൗരോഹിത്യ വൃന്ദം വഴിതെറ്റി, പൗരോഹിത്യ വൃന്ദം തോന്നിയതുപോലെയായി 24 കൂറുകളായി പുരോഹിതന്മാരെ തിരിച്ചു. ഒരു പുരോഹിതൻ എന്ന ആശയം മാറി 24 പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന ഒരു പരുവമായി. ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പോലെ, ഏതാണ്ട് ജനക്കൂട്ടം ഒരുമിച്ച് ചേർന്ന് വോട്ടിടുന്നത് പോലെ ദൈവപ്രമാണത്തിൽ നിന്ന് മാനുഷിക പ്രമാണത്തിലേക്ക് മാറി. ആകപ്പാടെ മലിനമായ ഒരു സാഹചര്യത്തിൽ മുഴുവൻ ഇസ്രായേലിന് ഒരു പ്രാർത്ഥനയുണ്ട്. ഈ രാജ്യത്ത് ഒരു പുരോഹിതൻ എഴുന്നേറ്റെങ്കിൽ, ഒരു ദൈവകൃപയുള്ളവൻ എഴുന്നേറ്റെങ്കിൽ, ഒരു ദൈവകൃപയുള്ള പുരോഹിതൻ എഴുന്നേൽക്കേണ്ടതിന് ഇസ്രായേലിൽ ഒരു സാധ്യത കാണുന്നില്ല. എല്ലാ പുരോഹിതന്മാരും വഴിതെറ്റി അവരുടെ ഒക്കെ മക്കളെ വളർത്തുന്നത് അവരുടെ രീതിയിലാണ്. 24 കൂറുകളായി അവർ ദേവാലയത്തെ തിരിച്ചു പിടിച്ചു. ഈ തിരിച്ചു പിടിച്ച ദേവാലയത്തെ വിട്ടുകൊടുക്കുവാൻ ആരും തയ്യാറല്ല. അവനവൻ്റെ ഉദരപൂരണത്തിന് വേണ്ടി 24 കൂറുകളും കൊണ്ടു നടക്കേണ്ടതിന് 24 പുരോഹിത വർഗങ്ങളാക്കി ജനത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ നിലവിളിക്കുന്നൊരു നിലവിളിയുണ്ട്. ദൈവമേ, ആ നല്ല പുരോഹിതനൊരു മകൻ ജനിച്ചിരുന്നെങ്കിൽ, ആ നല്ല സ്ത്രീക്ക് എലിസബത്തിനൊരു മകൻ ജനിച്ചിരുന്നെങ്കിൽ അവനെങ്കിലും കൃപയിൽ വളർത്തുമായിരുന്നു. നിർഭാഗ്യം, അവർക്ക് മക്കളുമില്ല. നീണ്ട കാലങ്ങളായി മക്കളില്ലാതെ നടക്കുകയാണ്. മുഴു ജനത്തിൻ്റെയും പ്രാർത്ഥന ഒരിടത്തൂടെ. മറക്കരുത്, ആഗോള വ്യാപകമായി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈറ്റുനോവുകളുടെ നടുവിൽ യേശുവേ മടങ്ങി വരണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ലോക ക്രൈസ്തവ മണ്ഡലത്തിൻ്റെ മുമ്പിൽ ഒരു മറുപടിക്ക് വേണ്ടി ദൈവം ഒരാളിനെ തിരഞ്ഞെടുത്തേ മതിയാകൂ. ലോകം മുഴുവനും, ദേശം മുഴുവനും വിലപിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഒരു ദിവസം സക്കറിയ പുരോഹിതന് പെട്ടെന്ന് ഒരു ദൂതൻ്റെ പ്രത്യക്ഷതയുണ്ടായി. അദ്ദേഹം ആസ് യൂഷ്വൽ ആലയത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൺയൂഷ്വലി ഒരല്പം എക്സ്ട്രാ സമയം തന്നെ എടുത്തു. സാധാരണ ആലയത്തിൽ വരെ പോയാൽ ഇത്ര മിനിറ്റ് കൊണ്ട് കാര്യം സാധിച്ച് തിരിച്ചു വരുമെന്ന് ജനത്തിനറിയാം. 3 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിരിക്കുന്നതിൻ്റെ ആരാധനയ്ക്ക് അവിടെ ചൊല്ലി തീർക്കേണ്ട ചൊല്ലുകൾ പറഞ്ഞു തീർക്കേണ്ട സമയം. ആ സമയം കഴിഞ്ഞിട്ട് മഹാപുരോഹിതനെ കാണുന്നില്ല, സക്കറിയ പുരോഹിതനെ കാണുന്നില്ല. ജനമാകാംക്ഷയോടുകൂടെ എന്തു പറ്റി എന്ന് നോക്കി നിൽക്കുമ്പോൾ തേണ്ടിറങ്ങി വരുന്നു സക്കറിയ പുരോഹിതൻ. ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങോട്ട് കയറിയപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വാചാലമായി സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരുന്ന പുരോഹിതൻ തിരിച്ചു വരുമ്പോൾ കൈക്രിയകളുമായി ഇറങ്ങി വരുന്നത് എന്തു പറ്റി? ശബ്ദം നിന്നുപോയി. ഒരു പുതിയ നിയമത്തിന് ഉദ്ഘാടനം കുറിക്കുവാൻ പഴയ നിയമത്തിൻ്റെ മിണ്ടടങ്ങി.
യെരമ്യാ പ്രവാചകന്റെ നാവിൽ തൊട്ട് എൻ്റെ വചനത്തെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, സംസാരിക്കുക എന്ന് പറഞ്ഞ ദൈവം സഖരിയ പുരോഹിതന്റെ നാവ് തൊട്ട്, അല്ലെങ്കിൽ തൻ്റെ കൽപ്പനാ ശബ്ദം കൊണ്ട് പറഞ്ഞു, ആ വിശ്വാസം പരത്തുന്ന നാവ് അടയട്ടെ, മിണ്ടാതെ വെളിയിലോട്ടിറങ്ങ്. അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി വന്നു. തൻ്റെ മുഖത്തിൻ്റെ തേജസ് മാറിക്കാണാം, തൻ്റെ ഭാവഭേദം ജനം ശ്രദ്ധിച്ചു കാണാം. അവർക്ക് മനസ്സിലായി ഈ ഹാഡ് എ ഡിവൈൻ എൻകൗണ്ടർ. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകത. ഇന്ന് പകൽ തിരിച്ചു പോകുമ്പോൾ ഒരു ഡിവൈൻ എൻകൗണ്ടർ കഴിഞ്ഞു പോയി എന്ന് പറയുവാൻ, ഈ പകൽ മടങ്ങിപ്പോകുമ്പോൾ എന്നോട് ഏതാണ്ട് ഇടപെട്ടു എന്നൊന്ന് പറയുവാൻ, ഞാനൊരു ശബ്ദം കേട്ടു എന്ന് പറയുവാൻ, എൻ്റെ അധരത്തെ എന്തോ ഒന്ന് തൊട്ടു എന്ന് പറയുവാൻ, എ ഡിവൈൻ എൻകൗണ്ടർ. ശബ്ദം പോയെങ്കിൽ പോയി, തേജസ് വന്നെങ്കിൽ അത് മതിയായിരിക്കും. ജനം നോക്കിയേച്ച് പറഞ്ഞു, യവൻ്റെ മുഖത്തൊരു വ്യത്യാസമുണ്ട്. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ചിലരുടെ മേലൊരു ദൈവ ശബ്ദം ഉദിക്കുന്നുവെങ്കിൽ, ചിലരുടെ മേലൊരു ദൈവ ശബ്ദം വീഴുന്നുവെങ്കിൽ, ഒരു ഡിവൈൻ എൻകൗണ്ടർ ഇന്ന് പകൽ ചിലരുടെ മേൽ ഉണ്ടാകുന്നുവെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കത് ഞാൻ ഒരു വാക്കെൻ്റെ അനുഭവ സാക്ഷ്യത്തോട് ചേർന്ന് ഇവിടെ നിന്ന് പറയുന്നത് കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. എനിക്കൊരു രോഗം വന്നു. ഒട്ടും ചെറിയ രോഗമല്ല, ക്യാൻസറാണ്. പക്ഷേ ലോകത്തിൽ ക്യാൻസർ വന്ന ആദ്യത്തെ ആൾ ഞാനല്ല, നേരത്തെ ഉള്ള രോഗമാണ്. എനിക്കും വന്നു. ഒരുപാട് പേർക്ക് വന്ന് ഇനിയും വരും, പോവുകയും ചെയ്യും. ഡിസംബർ മാസം 11-ാം തീയതി വരെ ആഹാരം ഇറങ്ങുന്നതിൽ എനിക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. മറ്റും അതിനോട് അസോസിയേറ്റ് ചെയ്ത പല കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. 11-ാം തീയതി ആയിരിക്കും, തിങ്കളാഴ്ച രാവിലെ സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂട്ടത്തിൽ വന്നിരിക്കാൻ അനുവാദമില്ലായിരുന്നു. പൊതുവിൽ നിന്ന് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിക്കകത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ശരീരത്തൊരു ചേഞ്ച് ചെയ്യാൻ അനുഭവപ്പെട്ടു. ഡിസംബർ മാസം 11-ാം തീയതി തിങ്കളാഴ്ച, 11 ആയിരിക്കണം, അല്ലെ 12, തിങ്കളാഴ്ച. പെട്ടെന്ന് എൻ്റെ ശരീരത്ത് ഒരു ചേഞ്ച് അനുഭവപ്പെട്ടു. ഒരു 2-3 മിനിറ്റുകൾ കൊണ്ട് എന്തോ ഒരു ചലനം എൻ്റെ അകത്ത് സെൻസ് ചെയ്തു. അതിൽ പിന്നെ ഇന്ന് വരെ ആഹാരം ഇറങ്ങാൻ പ്രയാസമില്ല. നിശ്ചയമായും ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതിൻ്റെ ക്ഷീണമുണ്ട്. പക്ഷെ എനിക്കറിയാം, ഐ ഹാഡ് എ ഡിവൈൻ എക്സ്പീരിയൻസ്. ഇന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗസൗഖ്യത്തിൻ്റെ എക്സ്പീരിയൻസ് ചിലരിലേക്ക് മാറട്ടെ. ഇത് 2017, ഇത് രഹബോത്ത. ഇടം ദൈവം തന്നു, നാം പരക്കും എങ്കിൽ ചില അനുഭവങ്ങൾ ഉണ്ടായേ മതിയാകൂ. ഹല്ലേലൂയ. ബലഹീനതയിൽ നിന്ന് ബലഹീനത വ്യാപരിപ്പാനല്ല, ബലഹീനതയിൽ നിന്ന് ബലം വ്യാപരിപ്പാൻ. രോഗത്തിൽ നിന്ന് രോഗം വ്യാപരിപ്പാനല്ല, രോഗത്തിൽ നിന്ന് രോഗശാന്തി വ്യാപരിപ്പാൻ, ദൈവകൃപ വ്യാപരിപ്പാൻ. ഇന്ന് പകൽ യേശുവിൻ നാമത്തിലും യേശുവിൻ അധികാരത്തിലും ജീവനിൽ ജീവനായവൻ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് കൽപ്പിച്ചവൻ ചില വ്യക്തികളിലേക്കൊന്ന് ഇറങ്ങുവാൻ, രോഗശാന്തി ആയവൻ ഇന്ന് ചിലരിലേക്കൊന്ന് വ്യാപരിപ്പാൻ, ചിലരിലേക്ക് ദൈവശക്തിയെ അലിയുവാൻ ഇന്ന് പകലിടയാക്കട്ടെ. സഖരിയ പുരോഹിതൻ മടങ്ങി വന്നു. കണ്ട ജനം പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തോ ഒരു ചേഞ്ച്. ഞാൻ 1/2 മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ, എന്നോട് ക്ഷമിക്കണേ. ഈ സമയത്ത് ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും വേദനയോ രോഗമോ അനുഭവിക്കുന്നവർ, രോഗിയായ നീ എങ്ങനെ പ്രാർത്ഥിക്കുമെന്നല്ലേ എൻ്റെ യേശുവിനോട് ചോദിച്ച ചോദ്യം അതാ. മറ്റുള്ളവരെ രക്ഷിക്കാനുമായിരുന്ന നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിക്കടാകുവേ? ഇല്ലടോ. ക്രൂശിൽ തൂങ്ങി നിൽക്കുമ്പോൾ അടുത്തവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ക്രൂശിന്റെ മേൽ 2 കൈകൾ വിരിച്ചുകൊണ്ട് 2 കാലുകളിലും ആണിയടിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന കിടപ്പിൽ അടുത്ത് കിടക്കുന്ന കള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതാണ് ക്രൂശിന്റെ വ്യാപാരമെങ്കിൽ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു ദൈവിക വിടുതല് അത് വിവിധ സൈറ്റുകളിലൂടെ വ്യാപരിക്കട്ടെ, അത് വ്യത്യസ്ത മീഡിയകളിലൂടെ വ്യാപരിക്കട്ടെ, അത് ഹാർവസ്റ്റിലൂടെ പോകട്ടെ. കേൾവിക്കാരെ, ഒരുമിച്ച് ആരാധിക്കുന്നവരെ, ഇന്ന് പകൽ ഒരു ദൈവശക്തി ഏറ്റെടുക്കേണ്ടതിന് ഹോസ്പിറ്റലിലെ രോഗികൾ മുതൽ ഭവനങ്ങളിൽ കിടക്കുന്നത് വരെ യേശുവിന്റെ നാമത്തിൽ രോഗമുള്ള ഭാഗത്തേക്ക് ഒരു കൈവെക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാ. അതിനുപരിയായി ക്ഷീണിച്ചത് ശരീരങ്ങൾ ഇന്ന് പകൽ ബലപ്പെടുവാൻ ഋഷി മനസ്സിയാര ഹൃദയഭാരം കൊണ്ട് തകർന്ന ചിലര്, ഭാവിയുടെ ബേർഡൻ എൻ്റെ മേൽ അടിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ചിലര്, ഇന്ന് പകൽ ഒരു ദിവ്യമായ വിടുതലിലേക്ക് വരേണ്ടതിന് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ വെക്കുകയും അങ്ങനെയുള്ളവരുടെ നെഞ്ചത്ത് ഒരു കരം വയ്ക്കുകയും ചെയ്യുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു.
യേശുവേ, ഈ ശുശ്രൂഷയുടെ ഇടയിൽ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പാട് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാകയാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തില് ഈ വിഷയങ്ങളുടെ മേലൊരു വിടുതല്, ഒരു രോഗസൗഖ്യം, ഒരു ആരോഗ്യം, ഒരു വ്യാകുലം അകലുന്ന അനുഭവം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങ് ദൈവമാകയാൽ അങ്ങേക്കത് ചെയ്യുവാൻ കഴിയും. അങ്ങത് ചെയ്യുന്നതിനായി സ്തോത്രം. ചില സാക്ഷ്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കണം, ചില അനുഭവങ്ങൾ ഞങ്ങൾ കാണണം. അത് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവമായ കർത്താവ് അത് ചെയ്യട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. എലിസബത്തിൻ്റെ അടുക്കൽ സക്കറിയ പുരോഹിതൻ വന്നു. സക്കറിയ പുരോഹിതന്റെ നടപ്പും മട്ടും ഒക്കെ കണ്ടപ്പോഴേ എലിസബത്തിന് മനസ്സിലായി ഇയാൾക്ക് എന്തോ സംഭവിച്ചു, ഇങ്ങേർക്കെന്തോ സംഭവിച്ചു. ഈ അപ്പൂപ്പന് വയസ്സുകാലത്ത് എന്ത് സംഭവിച്ചു? അത് ഒരു എഴുത്തുപലക ആവശ്യപ്പെട്ട് കാണാം. എഴുതി കാണിച്ചു. ഒരു ദൂതൻ വെളിപ്പെട്ടു. റെഡിക്കുലസ്. ഈ 10-90 വയസ്സാകുന്നത് വരെ ഇതുവരെ ഉണ്ടാകാത്ത സംഭവം. റെഡിക്കുലസ്. എന്നിട്ട് എന്നാ പറഞ്ഞു? മറുപടി, ഒരു മകൻ ജനിക്കുമെന്ന്. ഫൂളിഷ്നെസ്. റെഡിക്കുലസ്. അത്രയും ദൈവത്തിന് നമ്മളോട് കരുണയുണ്ടോ? ഉണ്ട്. ടി.ഡി. ജെക്സിൻ്റെ വാക്കുകളിലേക്ക് പോട്ടെ. പ്രസിദ്ധ ചരിത്രകാരനായ ജോസിഫസ് എഴുതിയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ചരിത്രം വായിച്ചിട്ടില്ല. ഇസ്രയേലിൻ്റെ പഴയ പാരമ്പര്യം, ഏതെങ്കിലും ഒരു പെൺകുട്ടി ആദ്യമായി ഒരു കുഞ്ഞിനെ വയറ്റിൽ ഉൾക്കൊണ്ടാൽ അവളോടുള്ള ബഹുമാന സൂചകമായി, ദൈവത്തോടുള്ള നന്ദി സൂചകമായി ഒരു സമ്മാനം ഇസ്രയേൽ സ്വന്തക്കാരൊക്കെ കൊണ്ട് കൊടുക്കും. ഇവിടെ എലിസബത്തിനും സക്കറിയാവിനും സ്വന്തക്കാരെന്ന് പറയുന്ന മുഴുവൻ ഇസ്രയേൽ ജാതിയാണ്. അവർക്കെല്ലാം വേണ്ടിയിരുന്നത് ഒരു ശുദ്ധിയുള്ള പൈതലിനെയാണ്. ദൈവ പ്രാർത്ഥന കേട്ടുവെന്നും ദൂതനെ അയച്ചു മറുപടി കൊടുത്തുവെന്നും പറഞ്ഞു. സക്കറിയ പുരോഹിതന്റെ മുഖഭാവം കണ്ടവർക്ക് പിടികിട്ടി ഏതാണ്ട് നടന്നതാണ്, ഇല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ വരികയില്ല. വിശ്വസിക്കത്തക്ക ഏതൊക്കെയോ സാധ്യതകൾ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എലിസബത്തിൻ്റെ വീട്ടിൽ സമ്മാനങ്ങളുമായി എത്തിച്ചേർന്നു. അപ്പച്ചൻ ആരോടും മിണ്ടത്തിൽ അപ്പച്ചൻ മാറിയിരിക്കുക. ആരെങ്കിലും ചോദിച്ചാൽ മറുപടി ഇല്ലാത്തത് കൊണ്ട്, പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ വല്ല കട്ടിക്കീഴലും കയറി കാണും. അപ്പച്ചൻ മാറിയിരിക്കുക. വരുന്നവരോടെല്ലാം സമ്മാനം ഏറ്റുവാങ്ങുന്നത് എലിസബത്താണ്. അല്പം കഴിഞ്ഞപ്പോഴേ ഈ എലിസബത്തിൻ്റെ അകത്തും ഒരു ചിന്ത വന്നു കാണും. ആം ഐ റിയൽ ഫുൾ ടു ബിലീവ് ഓൾ ദിസ്? വയസ്സ് ഇത്രയുമായി, ഇത് സംഭവ്യമാണോ? എനിക്കാണെങ്കിൽ യാതൊരു ചലനവുമില്ല. ഓ ഗാഡ്, എന്നോട് ക്ഷമിക്കണം. അന്നത്തെ അവരുടെ തത്വശാസ്ത്രം അനുസരിച്ച് ഒരു പെൺകുട്ടിയിൽ അങ്ങനെ ഒരു വിശേഷത ഉണ്ടായാൽ, ജോസിഫസ് പറയുന്നതായി കേട്ടത്, കാലിൻ്റെ ആംഗിൾസിന് വേദന ഉണ്ടാവും. അന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്ന ലക്ഷണങ്ങളാണ്. അമ്മച്ചിയോട് ആളുകൾ ചോദിച്ചു, കാലിൻ്റെ ആംഗിളിന് ഒന്നുമില്ല. മോർണിംഗ് സിക്നസ് ഇല്ല. പിന്നെ അമ്മച്ചിയും പറഞ്ഞു കാണും, പിന്നെ അതാ എൻ്റെ സംശയം. ആം ഐ റിയൽ ഫുൾ ടു ബിലീവ്? ഞാൻ തന്നെ ഒരു പോഷയാണോ ഇത് വിശ്വസിക്കാൻ? മാസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, യാതൊരനക്കവും എങ്ങുമില്ല. ഞാൻ ഈ അബദ്ധം പറഞ്ഞു പോയല്ലോ. അമ്മച്ചിക്ക് തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരു വശത്ത് അമ്മച്ചിയുടെ വിശ്വാസം പറയുന്നുണ്ട്, ഈ ജനത്തിൻ്റെ പ്രാർത്ഥന ദൈവം ആദരിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് വന്ന ഭാവവ്യത്യാസം എനിക്കറിയാം. എനിക്ക് പുറമേ കാണിക്കത്തക്കതൊന്നും ഇല്ലെങ്കിലും എൻ്റെ അകത്ത് എന്തോ ഒന്നും ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ആത്മീക ഭാഷയിൽ എൻ്റെ അകത്തൊരു രഹബോത്തിൻ്റെ ദർശനമുണ്ട്, അത് വളരുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ ഉള്ളിലൊരു രഹബോത്തിൻ്റെ ദർശനമുണ്ട്, അത് വളരുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ പ്രായം അപ്പുറം കഴിഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ വളരുന്ന ഒരു ദർശനം എനിക്കുണ്ട്. പക്ഷെ വേറൊരു വ്യക്തിയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഒന്നുമില്ല, ആരോടും പറഞ്ഞു കൊടുക്കാനില്ലാതെ ഷീ ഈസ് അണ്ടർ റിഡിക്യൂൾഡ് സിറ്റുവേഷൻ. സപ്പോർട്ടിന് അപ്പച്ചൻ പോലും ഇല്ല, ഒരൊറ്റയാൾ പോലും മറുപടി പറയുവാനില്ല. ഒറ്റയ്ക്ക് ഏകയായി തൻ്റെ നിരാശയുടെ നടുവിൽ കഴിയുകയാണ് എലിസബത്ത്. എന്തുകൊണ്ടാണ് ദൂതനെ വിട്ട് അപ്പച്ചനോട് ഇത് പറയിപ്പിച്ചത്? ഇത് മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയില്ല. ഇറ്റ് ഇസ് ടോട്ടലി റിഡിക്യൂൾഡ്. ഇന്ന് ചിലരോട് ദൂതൻ ഇടപെടുന്നെങ്കിൽ സ്തോത്രം. നിങ്ങളുടെ ആയുസ് തീർന്നെന്നോ, ആരോഗ്യം പോയെന്നോ, ആയുഷ്കാലം കഴിഞ്ഞെന്നോ, സാഹചര്യങ്ങൾ പൊളിഞ്ഞെന്നോ, നോ, പോഷ്ക്ക് പറയാതെ ഇതിനപ്പുറത്തൊരു ദൈവമുണ്ട്, ഇതിനപ്പുറത്തൊരു ദൈവമുണ്ട്, ഇതിനപ്പുറത്തൊരു ദൈവമുണ്ട്. എന്നോട് വാക്ക് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. പക്ഷെ വേറൊരാളിൻ്റെ മുമ്പിൽ ഇത് തെളിയിക്കാൻ ഒന്നുമില്ല. പിന്നെ വരുന്നവർ അമ്മച്ചി ചീത്ത പറയായിരുന്നാ പറയുന്നത്. അവർ വന്ന് പറഞ്ഞു, എടി ഇവിടെ വയറ്റിൽ ട്യൂമറാ,
ഇവർക്കൊരു ഹിസ്റ്റീരിയക് ഫീലിംഗാ. ഏതൊക്കെയോ വലിയ ആഗ്രഹങ്ങളിൽ നിന്നുളവായ കുറെ വികാരങ്ങളാണിത്. ഇതിനപ്പുറത്തൊന്നുമില്ല. അവൾ നമ്മളെ കളിപ്പിച്ചതാണ്. ഇവർ രണ്ടും കൂടെ നമ്മുടെ സമ്മാനം വാങ്ങിക്കാൻ വയസ്സുകാലത്ത് നോക്കിയ പരിപാടിയാണ്. അമ്മച്ചി വിചാരിച്ചു, എൻ്റെ ദർശനത്തെ ജീവിപ്പിച്ച് ഉയർത്താത്ത ആരോടും ബന്ധം വേണ്ട. ഇന്ന് പകൽ ചിലരോട് ഇതൊന്ന് തീരുമാനിക്കുമോ? അപമാനിക്കുവാൻ വരുന്ന പലരെ, കളിയാക്കാൻ വരുന്ന പലരെ, ദർശനത്തെ ഇടിച്ചൊതുക്കാൻ വരുന്ന പലതിന്, എൻ്റെ രഹബോത്തിനെ പിടിച്ചൊതുക്കുവാൻ വരുന്ന പലതിനെ ഞാനിന്ന് ഒഴിവാക്കുകയാ. ഇതിന്റെ കൂടെ നടന്നാൽ സാക്ഷാലിന്റെ ദർശനം ചത്തുപോകും. അത് ചാകുന്നതിന് മുന്നേ ഞാനൊന്ന് മാറിയിരിക്കാൻ പോകുകയാ. മറ്റെങ്കും കൂട്ടായ്മയില്ലെങ്കിൽ കൂട്ടായ്മ തരുവാൻ കഴിയുന്ന ഒരു നിത്യനായ ദൈവം, എന്റെ ഭർത്താവിനോട് ദൂതനയച്ച് സംസാരിച്ച ദൈവം. എലിസബത്ത് ദർശനം കൊല്ലികളിൽ നിന്ന് മാറിയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച വാക്കതാ. ദർശനം കൊല്ലികളിൽ നിന്ന് എലിസബത്ത് മാറിയിരുന്നു. ആ സമയത്താണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായ പ്രകാരം ഇതേ ഹെബ്രിയേൽ മറിയയുടെ അടുക്കൽ എത്തുന്നത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. തുടർന്നുള്ള വാചകങ്ങളിൽ മനുഷ്യ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ദൈവിക ഫേവർ, ദൈവിക കൃപ ലഭിച്ചയാള്, മനുഷ്യ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടയാള്, മനുഷ്യ സ്ത്രീകളുടെ കൂട്ടത്തിൽ തികച്ചും വിഭിന്നമായ അനുഭവങ്ങളുള്ളയാള്, മനുഷ്യ സ്ത്രീകളുടെ കൂട്ടത്തിൽ തേജോമയനായ ദൈവത്തെ മനുഷ്യരൂപത്തിലാക്കി ഭൂമിയിലേക്ക് കൊണ്ട് കാണിക്കുവാൻ കൃപ ലഭിച്ചവൾ, കരങ്ങളിൽ യേശുക്കുഞ്ഞിനെ എടുക്കുവാൻ കൃപ ലഭിച്ചവൾ. അവളുടെ അടുക്കലും ദൂതൻ തന്നെ വന്നു. എന്തേ? ഒരു പ്രവാചകനെ അയക്കാൻ ദൈവത്തിനില്ല, അന്നൊരു പ്രവാചകനില്ല. ഇനി ഒരു പ്രവാചകനെ ഉണ്ടാക്കി അയച്ചാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഐ എം ഗോയിങ് ടു ടോക്ക് സംതിങ് റെഡിക്യൂൾ. അസാമാന്യമായ ചിലതാ പറയാൻ വരുന്നത്, ആരും അംഗീകരിക്കാത്ത ചിലതാ പറയാൻ വരുന്നത്. ഇത് പറയണമെങ്കിൽ ഒരു ദൂതൻ തന്നെ വേണം. ആ ദൂതൻ ഇറങ്ങി വന്ന് വെച്ച് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ അമ്മയാകാൻ പോവാ. ഞാനോ പോഷത്വം. ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് തന്നെ ഒന്ന് രൂപീകരിക്കാനുണ്ട്, ഒന്ന് ഉടച്ചു വാർക്കാനുണ്ട്. പക്ഷെ പുറത്തു വരുന്നൊരു പാത്രം യേശുവിൻ്റെ മാതാവായി ആയിരിക്കും പുറത്തു വരുന്നത്. എനിക്കിതിനെ രൂപീകരിക്കാനുണ്ട്. മറിയയുടെ ജീവിതത്തിൽ അന്ന് പ്രശ്നം തുടങ്ങി. എന്ന് ഈ ദൂതനുമായി സംസാരിച്ചോ അന്ന് മുതൽ പ്രശ്നം തുടങ്ങി. ഒരു നല്ല ആശയത്തിൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞവളാ എന്ന് പറഞ്ഞ ജോസഫുമായി വിവാഹം നിശ്ചയം കഴിഞ്ഞതാ. വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ദൈവം വന്ന് ഇൻ്ററപ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഹോൾ പ്ലാൻസ് ആർ ഇൻ്ററപ്റ്റഡ്. എൻ്റെ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഇന്ന ചിന്തകൾ ഉണ്ടായിരുന്നു, ഇന്ന രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്നായിരുന്നു താല്പര്യം. ദ ഹോൾ തിങ് ഫെയിൽഡ്. ആകപ്പാടെ പെശകി. എനിക്കിനി ഒരു വിവാഹമില്ല. എന്താ ദൈവം എന്നോട് ഈ കാണിച്ചത്? എന്തുകൊണ്ട് ദൈവം എന്നോട് ഇത് ചെയ്തു? ജോസഫിനെ ഫേസ് ചെയ്യാനൊക്കത്തില്ല, സ്വന്തം മാതാപിതാക്കളെ ഫേസ് ചെയ്യാനൊക്കത്തില്ല. ജീവിതത്തിൽ തകർക്കപ്പെട്ട ഒരു സാഹചര്യം. മറുവശം കൃപ ലഭിച്ചവൾ. കൃപ ലഭിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ നന്മകളും കൂടെ ഉരുട്ടിത്തരിക എന്നല്ല, ലഭിക്കേണ്ട വലിയ നന്മയിലേക്ക് എന്നെ ഉടച്ചു വാർത്തൊരു പാത്രമാക്കി മാറ്റുക. എന്നെക്കൊണ്ട് ദൈവത്തിന് സാധിച്ചെടുക്കേണ്ട ഉദ്ദേശത്തിൽ എന്നെ എത്തിക്കേണ്ടതിന് എന്നെ ഉടച്ചു വാർത്തൊരു പുതിയ പാത്രമാക്കി എടുക്കുക. അതാണ് കൃപ ലഭിക്കുക എന്ന വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം. മഹത്വത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ വസിച്ചിരുന്ന, ദൈവാധിദൈവമെന്നും രാജാധിരാജാവെന്നും ഞാനും നിങ്ങളും അറിയുന്ന, സകല പ്രപഞ്ചത്തെയും ഒരൊറ്റ വാക്കിനാൽ സൃഷ്ടിച്ചവനായ ആ വന്യനായ ദൈവത്തെ ഒരു മനുഷ്യകുമാരൻ്റെ രൂപത്തിലാക്കി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു പാത്രം വേണം. സാധാരണ പാത്രത്തെ കൊണ്ടൊക്കത്തില്ല. ഹൈലി ഫേവേർഡ്. 2017 വ്യത്യസ്ത പ്രതിസന്ധികളുടെയും വ്യത്യസ്ത പ്രതികൂലങ്ങളുടെയും വർഷം. നിശ്ചയമായി ലോകം ഇതിനെ ഒരു നല്ല വർഷമായി ഇന്ന് പരിഗണിക്കുന്നില്ല. കഴിഞ്ഞ നിൽക്കുന്ന കാലഘട്ടം ചിന്തിച്ചാൽ ഇത് തകർച്ചയുടെയും പാളിച്ചകളുടെയും വർഷങ്ങളാണ്. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതിൻ്റെ നടുവിൽ ദൈവജനത്തിന് ഒരു വളർച്ച വേണം. ഇതിൻ്റെ നടുവിൽ ദൈവജനത്തിന് ഒരു ഉദ്ധാരണം വേണം. ഇതിൻ്റെ നടുവിൽ ദൈവജനത്തെ എൻ്റെ ദൈവത്തിൽ നിന്ന് വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തിയെടുക്കണമെങ്കിൽ ഇതിനകത്തുനിന്ന് ചിലതിനെ, ഇന്നെ ശ്രദ്ധിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചിലതിനെ, 5 വൻകരകളിൽ നിന്നായി അവിടെ ദൈവം തിരഞ്ഞെടുത്ത ചിലതിനെ ഒരുമിച്ച് ഈ ഒരൊറ്റ വെബിലൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് ഒരുമിപ്പിക്കുവാൻ സ്വർഗത്തിന് തിരിഹിതമായെങ്കിൽ രഹബോത്ത് ഈ വർഷം സാധ്യമാക്കി കൊണ്ടുവരേണ്ടതിന്, എന്നെയും നിങ്ങളെയും ഉടച്ചു വാർക്കുന്ന ഒരു പാത്രങ്ങളാക്കി മാറ്റേണ്ടതിന്, ഒരു രഹബോത്ത് നമ്മിലൂടെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരേണ്ടതിന് സ്വർഗത്തിന് പ്ലാനുണ്ട്. ഞാനൊരു ഇച്ചിരൂടെ എളുപ്പം വേഗത്തിൽ പൊയ്ക്കോട്ടെ. കർത്താവായ യേശു ദൈവത്തിൻ്റെ
ഏകജാതൻ, ആ തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ മുദ്ര, സകലത്തിലും സകലതുമായവൻ തൻ്റെ മുൾക്കിരീടവുമായി കാൽവറിയിലേക്ക് താണിറങ്ങി വന്നു. എന്താ ഇത്? ദൈവത്തിൻ്റെ ഏകജാതൻ എന്തുകൊണ്ട് ഇവിടെ തൂങ്ങി നിൽക്കണം? ഒരു പുതിയ പാത്രത്തെ അവിടെ നിന്ന് എനിക്ക് പുറത്തെടുക്കാനുണ്ട്. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഈ സഭയ്ക്ക് സുപരിചിതവും സാധാരണ ഞാൻ ഉപയോഗിക്കുന്നതുമാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഗലാത്യലേഖനം 3-ന്റെ-13-14 വാക്യങ്ങൾ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സകല അനുഗ്രഹങ്ങളുടെയും ആകത്തുക മരത്തിന്മേൽ തൂങ്ങുന്നവരൊക്കെയും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന വാക്ക് നിവർത്തിച്ചുകൊണ്ട് ഒരു ശാപമായി തേണ്ട തൂങ്ങി നിൽക്കുന്നു. വാട്ട് എ പാരഡോക്സ്! ഇതെന്തൊരു വിരോധാഭാസം! എന്തേ പിതാവാം ദൈവം ഇങ്ങനെ ചെയ്തത്? തനിക്കൊരു പുതിയ ജോലി ചെയ്യുവാൻ പുത്രൻ്റെ മേലുള്ള വിളിയുടെ ഒരു ഭാഗമാണത്. ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നേക്കാം, നമ്മിൽ പലരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നേക്കാം. നമ്മുടെ മേലുള്ള വിളിയുടെ ഒരു ഭാഗമാകയാൽ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുമെങ്കിൽ ഐ എം ഇൻ ദ പ്രോസസ്. നാം ഒരു പ്രോസസ്സിലാണ്, നാം അതിൻ്റെ അന്ത്യത്തിലെത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ ബലമുള്ള തൃക്കരങ്ങൾ ഇപ്പോഴും നമ്മുടെ മേൽ ചലിക്കുക. കുശവന് കളിമണ്ണിൻ്റെ മേൽ അധികാരമുള്ളതുപോലെ എൻ്റെ മേൽ അധികാരമുള്ളവനായ ഒരു ദൈവം ഉണ്ടല്ലോ. എന്നെ ഓരോ മൂവ് ചെയ്യുമ്പോഴും പാത്രത്തിൻ്റെ പുതിയ ഷേപ്പിലേക്ക് എന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. എന്നെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുവാൻ, എന്നെ ഉപയോഗിച്ച് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, നിങ്ങളെ ഉപയോഗിച്ച് ദേശങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ, എന്നെയും നിങ്ങളെയും ഉപയോഗിച്ച് ചില വലിയത് ചെയ്യുവാൻ യേശുവിനെ ഒരു സാധന വസ്തു എന്ന വണ്ണം കാൽവറിയിന്മേൽ ഉയർത്തിക്കൊണ്ട് സകല മാനവജാതിക്കും വരുവാനുള്ള ആ ദൈവിക വിടുതൽ കൊടുക്കേണ്ടതിന് വേണ്ടി തേണ്ട കാൽവറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന മോശ മരുഭൂമിയിൽ പിച്ചറ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം കാൽവറിയിൽ തൂക്കിയിടുവാൻ പിതാവിന് തിരിഹിതമായ ഇതിൻ്റെ കാര്യം, അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ സാധ്യതയുണ്ട്. ജനകോടികളെ തന്നിലൂടെ പിതാവിന് ദത്തെടുക്കേണ്ടതിന് വേണ്ടിയാ. അബ്രഹാമിൻ്റെ അനുഗ്രഹം. അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഒരു ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു. തൻ്റെ മകനെ കൊണ്ട് രഹബോത്ത് പറയിപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നമ്മെ കൊണ്ടൊരു രഹബോത്ത് പറയിപ്പിച്ചാൽ അനന്തരഭാവിയിൽ ജനകോടികളെ ക്രിസ്തുവിങ്കിലേക്കാക്കി എടുക്കേണ്ടതിന് ക്രിസ്തു ആളത്വമായി വെളിപ്പെടുമ്പോൾ തേജസ്സോടുകൂടെ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടതിന് ഒരു ജനതയെ ഒരുക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും മേൽ ഒരു വിളിയുണ്ട്. കൊലോസ്യ ലേഖനം 2-ന്റെ-14-15 ഞാൻ ഇതിനോട് ചേർന്ന് എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. ഒന്നുകൂടെ വായിക്കാം. അതിക്രമങ്ങൾ ഒക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച്. ഒന്ന് നിൽക്കട്ടെ. അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഒരുപാട് പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊടുത്തു. അതൊക്കെ നിവർത്തിച്ചെടുക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ എന്നൊരു ചോദ്യം നിന്നപ്പോൾ സാക്ഷാൽ മനുഷ്യനായി അവതരിച്ച യേശു കാൽവറിയിൽ തെളിയിച്ചു കാണിച്ചു, ഇത് മനുഷ്യനാൽ കഴിയും. ഇത് മനുഷ്യനാൽ കഴിയും. കഴിയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മേലെ ഏൽപ്പിക്കത്തില്ല. ഇത് മനുഷ്യനാൽ കഴിയുമെന്ന് കാണിക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളുടെ മേൽ വരേണ്ടതിന് മനുഷ്യനായി അവതരിച്ച യേശു തൻ്റെ ജഡശരീരത്തിൽ ശിക്ഷ ഏറ്റെടുക്കുകയും അതേസമയം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുകയും ചെയ്തു. ആദമിനെ ഞാൻ സൃഷ്ടിച്ച് രംഗത്ത് വിടുമ്പോൾ അവനെ തെറ്റിച്ച് കളഞ്ഞ വാഴ്ചകളെ അധികാരങ്ങളെ, നോഹയെ ഞാൻ രംഗത്ത് വിളിക്കുമ്പോൾ അവൻ്റെ കാലത്തെ തെറ്റിച്ച് കളഞ്ഞ വാഴ്ചകളെ അധികാരങ്ങളെ നിങ്ങളെ കൊണ്ട് എന്നേക്കുമായി ആയുധവർഗം വെപ്പിച്ച് അടുത്തൊരു തലമുറ നിങ്ങളെ ചവിട്ടേണ്ടതിന്, അവരുടെ കയ്യിലേക്ക് ഞാൻ ആ തലമുറയെ കൈമാറേണ്ടതിന് കാൽവറിയിൽ ഞാൻ തന്നെ ചിലത് നിർവഹിക്കുകയാണ്. ഇന്ന് പകൽ കാൽവറിയിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവനായ യേശുവിൻ്റെ നാമത്തിലും അധികാരത്തിലും എഴുന്നേൽക്കുന്ന ദൈവസഭ രഹബോത്ത് വിളിച്ചു പറയും. നാം രഹബോത്ത് കണ്ടിരിക്കും. നാം ദേശത്ത് പരക്കും. യഹോവ നമ്മുടെ ദേശത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഒരു ദൈവശക്തിയുടെ മഹത്വം നമ്മൾ കണ്ടിരിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 43-1 വായിക്കണമെന്നില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 43-1 ഇതര വേദഭാഗങ്ങളിലും കാണാവുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ ഉണ്ടാക്കി. ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ ഉണ്ടാക്കി. ഇത് രണ്ടും രണ്ടാ. സൃഷ്ടി എന്നത് ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കുക എന്നാണ്. ഞാൻ നിന്നെ നിർമ്മിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഉള്ള ഒന്നിനെ രൂപഭേദം വരുത്തുക. പണ്ടൊരിക്കൽ കടലാസായിരുന്ന കടലാസിനെ
പ്രിന്റ് ചെയ്ത് ബൈൻഡ് ചെയ്തൊരു പുസ്തകമാക്കി. പുസ്തകം സൃഷ്ടിച്ചതല്ല, പുസ്തകം ഉണ്ടാക്കിയതാണ്. ഒന്ന്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്ന് ഞാൻ നിന്നെ ഉളവാക്കി. ആദിയിൽ മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കി. എന്നാൽ കാലത്തിൻ്റെ പോക്കിൽ ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളെ എടുത്ത് താൻ ഉണ്ടാക്കി. എന്നെ ഞാനായി രൂപീകരിച്ചു, നമ്മെ നാമായി രൂപീകരിച്ചു. ഒരു പർപ്പസുണ്ട്, ആ പർപ്പസിന് വേണ്ടിയാണ്. ആകയാൽ ഇസ്രായേലേ, എൻ്റെ ജനമേ, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ നിർമ്മിച്ചു, ഞാൻ നിന്നെ ഉണ്ടാക്കി, എനിക്ക് വേണ്ട രൂപത്തിലേക്ക് ഞാൻ എത്തിച്ചു. ഇന്ന് ചിലതിന് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ചിലത് രൂപത്തിലെത്തിയതിനായി സ്തോത്രം. സദാകാലവും നിർമ്മാണ പദ്ധതിയിൽ തുടരുകയല്ല, നിർമ്മിക്കപ്പെട്ടതിൻ്റെ മേൽ ഒരധികാരം കൂടെ പകരുമെന്ന് മറക്കരുത്. അതുകൊണ്ട് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 49-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അത് ഒന്ന് ധ്യാനിച്ച് ഇന്ന് കൺക്ലൂഡ് ചെയ്യാനായി താല്പര്യപ്പെടുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 49-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിൽക്കട്ടെ, നമുക്ക് സ്ലോലി പോയെങ്കിലേ മതിയാകത്തുള്ളൂ. എത്രയായാലും വിശദീകരിച്ച് തീർക്കാൻ ഒക്കുന്നതല്ല. എങ്കിലും നമുക്കൊരളവിലതൊന്ന് മനസ്സിലായി പോകേണ്ടതിന് വേണ്ടി ചില മിനിറ്റുകൾ മുമ്പിലുള്ളത് ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ. ഒന്നുകൂടെ വായിച്ചാട്ടെ ആദ്യം മുതൽ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ. മോനെ, ഞാൻ വീണതിനെ തിരിച്ചുദ്ധരിക്കുന്നവനാ. ഒന്ന് വീണത് കൊണ്ട് തലയെ ചവിട്ടി ഞാൻ പോകത്തില്ല, ഞാൻ ഉദ്ധാരകനാ. ഇന്ന് പകൽ ചിലർക്ക് ചിന്തയുണ്ടോ, എന്നെ ഉടച്ച കൂട്ടത്തിൽ കൂടിപ്പോയി, എന്നെ അടിച്ച കൂട്ടത്തിൽ ചെതറിപ്പോയി. നോ, ഞാൻ വീണ്ടെടുപ്പുകാരനാ. ആരെയെ ഞാൻ വീണ്ടെടുക്കുന്നത്? ഞാൻ വിളിച്ച അബ്രഹാമിൻ്റെ സന്തതിയെ. എനിക്ക് അദ്ദേഹത്തിൻ്റെ മേലൊരു വിളി ഉണ്ടായിരുന്നു. അതിൻ്റെ അനന്തരഫലത്തെ ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ ഒരു വിളിയുള്ളതിനായി സ്തോത്രം. എൻ്റെ മേലൊരു വിളി ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ആത്മമണ്ഡലത്തിൽ നാളുകളായി പരിചയമുള്ളവരുണ്ട്, 2, 3, 4 തലമുറകൾ കഴിഞ്ഞവരുണ്ട്. ഇന്ന് പകൽക്കാലം വിളിക്കപ്പെട്ടവർ കണ്ടേക്കാം. ഇന്ന് പകൽ ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. നീ വിളിക്കപ്പെട്ടവൻ, താങ്കൾ വിളിക്കപ്പെട്ടവർ. ഞാൻ പുനരുദ്ധരിക്കും, ഞാൻ വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുത്തവനായ ദൈവം, വീണ്ടെടുക്കുന്നവനായ ദൈവം എന്നെ ഒന്നുകൂടെ വീണ്ടെടുക്കുവാൻ, അത് ആരോഗ്യത്തിൽ വീണ്ടെടുക്കുവാൻ. ഞാൻ എൻ്റെ രോഗത്തെക്കുറിച്ച് അല്ല പറയുന്നത്. ആരോഗ്യത്തിൽ വീണ്ടെടുക്കുവാൻ, സാമ്പത്തികത്തിൽ വീണ്ടെടുക്കുവാൻ, ആത്മീകത്വത്തിൽ വീണ്ടെടുക്കുവാൻ, പരിതസ്ഥിതികളിൽ വീണ്ടെടുക്കുവാൻ. ഞാൻ എവിടെ തകർന്നോ, ഞാൻ എവിടെ വീണോ, അവിടുന്ന് എന്നെ ഉയർത്തുന്ന ശാശ്വത ഭുജങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും പിന്നെ അവന്റെ പരിശുദ്ധനുമായ യഹോവ. അവന്റെ പരിശുദ്ധനുമായ യഹോവ. അങ്ങയെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ വിശുദ്ധി തള്ളിക്കളകയില്ല, ദൈവം തന്റെ മാന്യത തള്ളിക്കളകയില്ല. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ. ഇന്ന് പകൽ നമുക്ക് പറയാമോ, കർത്താവേ, അങ്ങ് പരിശുദ്ധനാണ്. ദൂതന്മാരങ്ങ് പരിശുദ്ധൻ എന്ന് വിളിക്കുന്നുണ്ട്, അതെ, ഞങ്ങളങ്ങ് പരിശുദ്ധൻ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയാകുന്നു. അതുകൊണ്ട് നിനക്കെന്നാ നഷ്ടമെന്ന ആളുകൾ ചോദിച്ചേക്കാം. ദൈവം പരിശുദ്ധനാകയാൽ നാമും തന്നെ പോലെ വിശുദ്ധി പാലിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചേ പറ്റൂ. പരിശുദ്ധനുമായവൻ അരുളി ചെയ്യുന്നത് വായിച്ചാട്ട്. സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട്. നിൽക്കട്ടെ, ഒരു വേർഡ് ഓഫ് അഡ്രസ്സിംഗ്, റെഡിക്യൂൾ സിറ്റുവേഷൻ. ജാതിക്ക് വെറുപ്പുള്ളവൻ, എന്നെ ആർക്കും ഇഷ്ടമല്ല. ക്രിസ്ത്യാനി എന്നറിഞ്ഞാൽ ഇന്ത്യയിൽ ഊരുവിലക്കും. ഞാൻ ദൈവവേദനാന്നറിഞ്ഞാൽ ജോലിയിൽ പ്രയാസമായി. ഞാൻ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ വകയാണെന്നറിഞ്ഞാൽ ജാതിക്ക് എന്നെ വെറുപ്പാ. ഞാൻ ഒരിക്കലും ഒരു അധിപതിയാകുവാൻ കഴിയുന്നില്ല, അധിപതികളുടെ ദാസനാ. ഞാൻ സർവനിന്ദിതനാണ്. ഇന്ന് പകൽ ചിലതിൻ്റെ ചിന്ത ഏതാണെങ്കിൽ അതല്ലായിരുന്നു ഇസഹാക്കിന്. നാട്ടുകാരെന്നെ ഓടിക്കുന്നു, കുടിവെള്ളം പോലും തരുന്നില്ല. പക്ഷെ കർത്താവിന് പറയാനുണ്ട്, ഞാനൊരു സൈൻ തരട്ടെ, ഞാനൊരു സൈൻ തരട്ടെ. നീ ഒന്ന് വിതയ്ക്ക്, 100 മേനി കൊയ്യാൻ പോകുകയാ. നീ ഒന്ന് വിതയ്ക്ക്, 100 മേനി കൊയ്യാൻ പോകുകയാ. കൈകൾ ഇളച്ചിരിക്കാതെ വിതയ്ക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്നവരെ ഒരു സാഹചര്യത്തിൻ്റെ സൈനിലൂടെ നടത്തുന്നവനായ ദൈവം ഈ വർഷം ചെയ്യുന്ന ചില പുതിയ പ്രവൃത്തികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വർഷം ചില പുതിയ കൊയ്ത്തുകൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരട്ടെ. ഈ വർഷം ഒരു പുതിയ വിളവെടുപ്പ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരട്ടെ. നീ ജാതികളുടെ നിന്ദിതനാണ്, ഒന്നുമില്ലാത്തവനാണ്, പക്ഷേ ഒന്ന് വിതയ്ക്ക്, നീ ഒന്ന് കാണാൻ പോകുകയാണ്. അത് കണ്ടുവച്ച് അദ്ദേഹം പറഞ്ഞു, രഹബോത്ത് യഹോവ പണിതിരിക്കും. തവിട്ട് വായിച്ചാട്ട്. അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും. ഞാൻ 2 കാരണങ്ങളാലാണ് നിന്നോട് ഇടപെടുന്നത്. ഒന്ന്, എൻ്റെ വിശ്വസ്തത കാരണം.
കർത്താവേ, നമുക്ക് ആശ്രയിക്കാനുള്ള ഒരു ഏരിയാത അടിയൻ്റെ വിശ്വസ്തതയല്ല, ബേഥേലിൻ്റെ വിശ്വസ്തതയല്ല, ഞങ്ങളെ തിരഞ്ഞെടുത്ത അങ്ങയുടെ വിശ്വസ്തത. ഇന്ന് പകൽ നമ്മുടെ നെഞ്ചോട് കൈ ചേർത്ത് നമുക്ക് ദൈവത്തോടെ കർത്താവേ, എൻ്റെ വിശ്വസ്തതയല്ല, നിങ്ങൾ വിശ്വസ്തരാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എൻ്റെ വിശ്വസ്തതയല്ല, അങ്ങയുടെ വിശ്വസ്തതയാ വലുത്. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയാ വലുത്. ആ വിശ്വസ്തതയാൽ അങ്ങ് കൽപ്പിച്ച വാക്കുകൾ നിവർത്തിക്കേണ്ടതിന് അങ്ങയുടെ വചനം ജാഗരിച്ചു കൊള്ളുമെന്ന് അറിയിച്ചു ചെയ്തവനെ, അങ്ങയുടെ വചനത്തിന് വേണ്ടി അങ്ങ് ജാഗരിക്കും. ആകയാൽ ഞങ്ങളെ തിരുമുമ്പിൽ താഴ്ത്തുന്നു. അങ്ങയുടെ വിശ്വസ്തതയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയാൽ. 2, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. അബ്രഹാമിനെ ഞാൻ വിളിച്ചതിനാൽ, ഐ ഹാവ് എ പർപ്പസ്. എന്നെ വിളിച്ചതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അബ്രഹാമിനെ വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം അനുസരിച്ച് ഞാൻ നിന്നെ ചിലത് ചെയ്യാം, നിന്നോട് ചിലത് ചെയ്യാൻ പോവാം. വായിച്ചാട്ട്. രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും. ഇന്ന് ജനത്തിന്റെ നിന്ദിതനും അധകൃതനുമായി ജനത്തിന് നടുവിൽ ലജ്ജയെന്ന് തോന്നുന്നവനെ നാളെ രാജാക്കന്മാർ നിന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും. റെഡിക്യൂൾ. എന്തോ ഈ പറയുന്നേ? റെഡിക്യൂൾ. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞതെങ്കിൽ എഴുന്നേറ്റിരിക്കും. രാജാക്കന്മാർ നിന്നെ കണ്ട് എഴുന്നേൽക്കും. പ്രഭുക്കന്മാർ, വായിച്ചു. പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും. പ്രഭുക്കന്മാർ നിന്നെ കണ്ട് നമസ്കരിക്കുന്നൊരു സമയം വരുന്നു. വരുവാൻ പോകുന്ന സഹസ്രാബ്ദ യുഗത്തിൽ അത് സംഭവിക്കും. ഞാൻ അവിടെ അല്ല നോക്കുന്നത്. ഇപ്പോഴേ ഈ മണ്ണിൽ, ജീവിക്കുന്ന മണ്ണിൽ മാന്യതയ്ക്കും ബഹുമാനത്തിനും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആദരണീയരെന്ന് കാണും. നീ ജാതികളുടെ ഇടയിൽ ത്യജിക്കപ്പെട്ടവൻ, ആർക്കും നിന്നെ ഇഷ്ടമില്ല. പക്ഷേ കർത്താവിന് പറയാനുള്ളത്, എൻ്റെ വിശ്വസ്തതയാൽ, എൻ്റെ പ്രമാണത്താൽ, നിന്റെ കഴിവിനാലെന്നല്ല, ബേഥേലിന്റെ കഴിവിനാലെന്നല്ല, എം.എ. വർഗീസിന്റെ ഗുണത്താലെന്നല്ല, എൻ്റെ വിശ്വസ്തതയാൽ. അതേ കർത്താവേ, നന്ദി. ഓരോരുത്തർ അവരവരുടെ പേര് ചേർത്ത് പറഞ്ഞു, എൻ്റെ നന്മയല്ല, അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ വിളി വലുതാകയാൽ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ വന്നിക്കുകയും ചെയ്യും. വായിച്ചു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. ആമേൻ. ഞാൻ എന്നാ ഉത്തരമരുളുന്നറിയാമോ? ആ 100 മേനി വിളയിക്കുന്ന ഒരു സൈൻ തരുന്ന സമയമുണ്ട്. ചില സംവത്സരങ്ങൾ ത്യജിക്കപ്പെട്ടാൽ, പല കിണറുകൾ മൂടപ്പെട്ടാൽ, ആരും വെള്ളം തരത്തില്ലെന്ന് പറഞ്ഞു നടന്നാൽ, അതല്ല എൻ്റെ പ്രസാദകാലം. എനിക്ക് സകലത്തിനും ഒരു സമയമുണ്ട്. സകലത്തിൻ്റെയും സമയം കുറിച്ചവൻ പറഞ്ഞു, എനിക്കൊരു പ്രസാദകാലമുണ്ട്. അത് 2017 ദൈവത്തിന്റെ പ്രസാദകാലമെങ്കിൽ പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളും. ഹല്ലേലൂയ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും. പിന്നെ രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ നിന്നെ സഹായിച്ചു. അന്ന് ഞാൻ നിന്നെ സഹായിച്ചു. കർത്താവേ, എങ്ങനെയാണ് ഞാൻ രക്ഷ കരസ്ഥമാക്കുന്നത്? ഞാൻ ആത്മരക്ഷയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ജീവിതരക്ഷയാണ്. എങ്ങനെയാണ് ഞാനത് കരസ്ഥമാക്കുന്നത്? അങ്ങനെ സഹായിക്കുന്നതിനാൽ. ഇന്ന് പകൽ എന്നെ താങ്ങുന്നവരോടുകൂടെ യഹോവ എൻ്റെ വലത്തുഭാഗത്തുണ്ട്. ശാശ്വത ഭുജങ്ങൾ താഴെയുണ്ട്. എന്നെ താങ്ങുന്ന തൃക്കരങ്ങളിലാണ് ഞാൻ ഇരിക്കുന്നത്. യഹോവ എന്നെ സഹായിച്ചു, ഞാൻ നിന്നെ സഹായിച്ചു. പിന്നെ ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. ഞാൻ നിന്നെ 2-3 ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുകയാണ്. അബ്രഹാമിന്റെ നിയമനം കൊണ്ട് എൻ്റെ ഉദ്ദേശത്തിന്റെ അന്ത്യം എത്തിയില്ല. കൊച്ചുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അബ്രഹാമിനെ വിളിച്ചത് ബഹുജാതികൾക്ക് പിതാവാകേണ്ടതിനാണ്. അനേക ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളെ വിളിച്ചത്, ഒന്ന്, എനിക്കൊന്ന് സഹായിക്കാൻ, എൻ്റെ കരം തെളിയിക്കാൻ ഒരു പാത്രം വേണം. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ആരെ കൈ കിട്ടുമെന്ന് നോക്കി ദൈവത്തിൻ്റെ കണ്ണ് ഈ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുക. ഇന്ന് നൂറ്റാണ്ടുകളായി സ്വർഗത്തിൽ ക്രമീകരിച്ചെടുക്കേണ്ട പലതും സാധിക്കാതെ വന്നതിനാൽ ഏത് ഭൂഖണ്ഡത്തിൽ ആര് ചെയ്യുമെന്ന്, ഏത് സഭയിൽ ആര് ചെയ്യുമെന്ന്, ഏത് രാജ്യത്ത് ആര് ചെയ്യും, എൻ്റെ ഹിതം വെളിപ്പെടുത്തിയെടുക്കുവാൻ കൊള്ളാവുന്നവർ ആരവിടെ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ ബലിഷ്ടമുള്ള കരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മെ കാണട്ടെ. ദൈവത്തിൻ്റെ തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ആരെ കിട്ടുമെന്ന് തപ്പി തമ്പുരാൻ്റെ കണ്ണ് ഇന്ന് പകൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഇന്ന് പകൽ നമുക്കൊന്ന് പറയാം, കർത്താവേ, അടിയനിതാ, ഐ ആം അവൈലബിൾ അണ്ടു യു ലോർഡ്. കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
നീ ഉയർന്നാൽ മാത്രം പോരാ, നാം ഉയർന്നാൽ മാത്രം പോരാ, വേറെ ചിലതിനെ കൂടെ ഉയർത്തണം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? അടിമപ്പെട്ടു പോയ ദേശത്തെ ഉയർത്തുവാനും, ഒന്ന്, ദേശത്തെ ഉയർത്തുവാൻ ദൈവത്തിനൊരാൾ വേണം. ബാംഗ്ലൂരിനെ ഉയർത്തുവാൻ ദൈവത്തിനൊരു സഭ വേണം. ബാംഗ്ലൂരിനെ ഉയർത്തുവാൻ ദൈവത്തിനൊരു വ്യക്തിത്വത്തെ വേണം. കർത്താവേ, അടിയനെ അങ്ങ് രൂപീകരിച്ചത് അതിനല്ലേ? അടിയനെ ഇതുവരെ കൊണ്ടുവന്നത് അതിനു വേണ്ടിയല്ലേ? ദേശത്തെ ഉയർത്തുവാൻ. 2 വായിച്ചു. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങൾ കണ്ട് നിരാശപ്പെടുവാൻ അല്ല ഞാൻ നിൽക്കുന്നത്, പകരം അതിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടാനാ. ഹല്ലേലൂയ. ഉണങ്ങിത്തെറിച്ച് ചിതറിപ്പോയ അസ്ഥികളെ മടങ്ങി വരുവീനെന്ന് പറയേണ്ടതിനാ. അസ്ഥിയോട് വന്ന് ചേരേണ്ടതിനാണ്. ആ അസ്ഥിയെ ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കേണ്ടതിന്, യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ചിതറിത്തെറിച്ചു പോയതിനെ അസ്ഥികളെ ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് ചില വ്യക്തിത്വങ്ങളെ ആവശ്യമുള്ളതിനാൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു, രഹോവത്ത്. ഒരു കൂട്ടം അസ്ഥികളെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരണം. ശൂന്യമായ ചിലതിനെ എനിക്ക് മടക്കി കൊണ്ടുവരണം. പിന്നെ ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്നും, കെട്ടിൽപ്പെട്ട് കിടക്കുന്ന ചിലതിനോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നും, പിന്നെ അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്ന് പറവാനും, വെളിച്ചം കാണാത്ത ചിലതിനോട് വെളിച്ചം കൊടുത്ത് വെളിയിൽ വരിക എന്ന് പറയുവാൻ. ഇന്നിവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചില കൽപ്പന ശബ്ദങ്ങൾ ഏറ്റെടുത്തേ പോകാവൂ. രഹബോത്ത് ഹൈലി ഫേവേർഡ്. മറിയ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. മറിയയുടെ വന്നനസ്വരം എലിസബത്തിൻ്റെ കാതുകളിൽ വീണപ്പോൾ അതുവരെ ഉറങ്ങിക്കിടന്ന അവളുടെ ദർശനം ജീവിച്ചു. 6 മാസമായി അനക്കമില്ലാതെ നിന്റെ ജീവിതത്തിൽ നിശ്ചലമായി കിടന്ന അവളുടെ ദർശനങ്ങൾ തിരികെ ജീവിച്ചു. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാനൊരു വ്യക്തിയോട് ഇടപെടുമെങ്കിൽ എൻ്റെ ദർശനം ജീവിപ്പിക്കുന്നതിനോടെ ഉള്ളൂ. എൻ്റെ രഹബോത്ത് ജീവിപ്പിക്കുന്നതിനോടെ ഞാൻ ഇടപെടും.